നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. ഒരു വാർത്ത നിങ്ങളെല്ലാം കേട്ട് കാണും. സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ നിന്ന് 1 കോടി രൂപയുടെ സ്വർണം മോഷണം പോയി എന്നും 2 ദിവസം കഴിയുമ്പോൾ ആ വിചിത്ര സ്വഭാവക്കാരനായ കള്ളനെ പോലീസ് പിടികൂടിയതും കേരളത്തിൽ കൊണ്ടുവന്നതും ഒക്കെ നിങ്ങൾ കേട്ട് കാണും. അപ്പോൾ സിനിമാക്കാരുടെ എന്തെങ്കിലും ഒരു വാർത്ത കിട്ടിയാൽ അതിന് പെരുപ്പിച്ച് പറയാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. ജോഷിയുടെ വീട്ടിൽ നിന്ന് 1 കോടി രൂപയുടെ സ്വർണം കിട്ടി, മോഷണം പോയി എന്ന് അറിഞ്ഞപ്പോൾ യൂട്യൂബർമാർ സ്വാഭാവികമായിട്ടും ആഘോഷിച്ചോട്ടെ. പക്ഷെ ഒരു ചാനൽ ആരെയും എന്തും പറയും, ആരെ പറഞ്ഞാലും എന്നൊന്നും ഒരു ചുക്കും ചെയ്യില്ല എന്നൊക്കെ പറയുന്ന ഒരു ചാനൽ അദ്ദേഹത്തെ വിളിച്ചത് മണ്ടൻ ജോഷി എന്നാണ്. എനിക്ക് കണ്ട വലിയ വിഷമം തോന്നി. കാരണം ഞാൻ മലയാള സിനിമയിൽ മണ്ടനല്ലാത്ത കണ്ടിട്ടുള്ള ചുരുക്കം പേരിൽ ഒരാളാണ് ജോഷി സാർ. കാരണം കഴിഞ്ഞ 10-40 വർഷമായിട്ട്, 40-ലധികം വർഷമായിട്ട് സിനിമാ രംഗത്ത് സജീവമായി നിൽക്കുകയും കാലാകാലങ്ങളിൽ മലയാള സിനിമയ്ക്കുണ്ടാകുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ ലോക സിനിമയിലുണ്ടാകുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കി അപ് ടു ഡേറ്റ് ചെയ്യാനും പുതിയ തലമുറയോടൊപ്പം വേണമെങ്കിലും പിടിച്ചു നിൽക്കാനും കഴിയുന്ന ഏക സംവിധായകനെ ഇന്ന് മലയാളത്തിലുള്ളൂ. അത് ജോഷി സാറാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായ എത്രയോ പേർ സ്റ്റാർട്ടും കെട്ടും പറഞ്ഞിട്ട് എത്രയോ വർഷമായില്ലേ. അദ്ദേഹം സജീവമായി നിൽക്കുന്നു. അതും താരങ്ങളെ സൃഷ്ടിച്ച മനുഷ്യൻ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയൊക്കെ ഒരു പടം ചെയ്തിട്ട് എത്രയോ കാലമായില്ലേ. അദ്ദേഹം ചെയ്യുന്ന ഇപ്പോഴത്തെ പുതിയ തലമുറയിലെ ചെറുപ്പക്കാരോടെ പോലെ അദ്ദേഹം സഹകരിക്കുന്നത്. അങ്ങനെയുള്ളൊരു മനുഷ്യനെ മണ്ടൻ എന്ന് വിളിക്കുക. അദ്ദേഹമാണെങ്കിൽ ടൈഗർ സലീം മുതൽ ജോസഫ് വരെ അദ്ദേഹം ചെയ്ത ഒരു സിനിമയെപ്പറ്റിയും ഈ മൈക്കിളുടെ മുന്നിലിരുന്ന് വാചകടിക്കുക, സ്വന്തം സിനിമകളെക്കുറിച്ച് പുകഴ്ത്തുക, ഞാൻ അടുത്ത് ചെയ്യുന്ന സിനിമയെക്കുറിച്ച് വാചകടിക്കുക, ഇതൊന്നും ചെയ്യാത്ത ഒരു അഭിമുഖം പോലും ഒരാൾക്കും കൊടുക്കാത്ത മനുഷ്യനാണ് ജോഷി സാർ. ഞാൻ അതൊക്കെ കൊണ്ട് തന്നെ മലയാള സിനിമയിൽ അദ്ദേഹത്തെ പോലെ ബുദ്ധിയുള്ള ഒരാൾ വേറെ ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തെ മണ്ടൻ എന്നൊക്കെ പറഞ്ഞ് പരിഹാസ്യനാക്കാൻ ശ്രമിക്കുന്നവർ പരിഹാസ്യരാകും എന്നുള്ളതല്ലാതെ വളരെ മോശമായിപ്പോയി എന്ന് ഞാൻ പറയും. എന്തിനാണ് ഇവരൊക്കെ ഇങ്ങനെ മണ്ടനെന്നോ അതൊന്നും ഇതെന്ന് വിളിച്ച് കണ്ടവൻ്റെ വായിരിക്കുന്ന തന്തയ്ക്ക് വിളി കേൾക്കണമെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഞാൻ ജോഷി സാറുമായിട്ട് സംസാരിച്ചു. അദ്ദേഹം ഇത് അറിഞ്ഞോ എന്ന് എനിക്കറിയില്ല, അറിഞ്ഞിരിക്കാൻ വഴിയില്ല, കണ്ടിരിക്കില്ല. അദ്ദേഹം യൂട്യൂബൊന്നും കാണുന്ന ഒരാളല്ലാത്തതുകൊണ്ട് കണ്ടിരിക്കില്ല. അദ്ദേഹത്തിന് സിനിമ മാത്രമാണല്ലോ സദാസമയവും ചിന്ത. എന്തായാലും അതും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നനച്ചിരിക്കാതെ ഒരു കള്ളം കയറി 1 കോടി രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തുകൊണ്ട് പോയ മാനസിക സംഘർഷത്തിലേക്കും 1 കോടി രൂപയുടെ അല്ല പ്രശ്നം, ആ മനുഷ്യൻ്റെ മനസ്സൊന്ന് ആലോചിച്ച് നോക്കിയേ. സിനിമയിലെന്നല്ല ആർക്കും ഒരു ദ്രോഹം ചെയ്യാതെ സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരു മനുഷ്യൻ, ആരെക്കുറിച്ച് മോശമൊന്നും പറയാതെ സ്വന്തമായ ചിന്തകളുമായി ജീവിക്കുന്നൊരു മനുഷ്യൻ പെട്ടെന്ന് വീട്ടിൽ കള്ളം കയറി മകൻ്റെ കിടപ്പുമുറിയിൽ നിന്ന് ഇതെടുത്തുകൊണ്ട് പോയി എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മാനസികാവസ്ഥ നമ്മൾ മനസ്സിലാക്കണമായിരുന്നു. അതുപോലും ഈ യൂട്യൂബർമാർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് വലിയ കഷ്ടമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും സീനിയറായ ഒരു മനുഷ്യനെ പരസ്യമായി ഒരു ചാനലിലൂടെ മണ്ടൻ ജോഷി എന്നൊക്കെ വിളിക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞത് ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയനെങ്കിലും പ്രതികരിക്കണമായിരുന്നു. അതും കണ്ടില്ല. ആ ജോഷിയെ മണ്ടൻ എന്ന് വിളിച്ചാൽ നമുക്കെന്ത് കാര്യം? നമ്മൾ സംഘടനയുടെ കാര്യം മാത്രമല്ല അന്വേഷിക്കുന്നതായിരിക്കാം, പക്ഷേ മോശമായിപ്പോയി. സംഘടനയെങ്കിലും സിനിമ ഇൻഡസ്ട്രി മൊത്തത്തിൽ അപലപിക്കണമായിരുന്നു. ഈ വാചകം അടിച്ച ഈ ചെറ്റത്തരം പറഞ്ഞ ചാനലുമായി ഇനി സിനിമാക്കാർ സഹകരിക്കില്ല എന്നെങ്കിലും പറയണമായിരുന്നു. അതും ഉണ്ടായില്ല. എന്തായാലും ജോഷി സാറിൻ്റെ ദേഹത്ത് മണ്ണ് വാരിയിടാനൊന്നും കഴിയില്ല. മണ്ടൻ എന്നല്ല, ഇനി എന്തൊക്കെ വിളിച്ചാലും ആ മനുഷ്യൻ ആരാണെന്ന് മലയാളിക്കറിയാം. തൽക്കാലം അത്രയും ഞാൻ പറയുന്നു. ഒരുപാട് പേര് വിളിച്ച് ചോദിച്ച ഒരു ചോദ്യമുണ്ട് എന്നോട്. താങ്കൾ ദിലീപുമായി തെറ്റിയോ? എന്തുകൊണ്ടാണ് താങ്കളിപ്പോൾ ചർച്ചകളിലൊന്നും പോയി സംസാരിക്കുന്ന കാണാനില്ല? എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ ദിലീപുമായിട്ട് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട്. അതോ അയാളുടെ പേരിൽ പറയുന്ന കുറ്റങ്ങൾ അയാൾ ചെയ്തു എന്ന് താങ്കൾക്ക് ഇപ്പോൾ ബോധ്യമായോ, വൈകിയെങ്കിലും ബോധ്യമായോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ അഹങ്കാരത്തോടെ പറയില്ല, 118 മണിക്കൂർ ഈ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട ചാനൽ ചർച്ചകളിൽ
ദിലീപിന് ഫേവർ ചെയ്ത് സംസാരിക്കുന്നു എന്നുള്ള രീതിയിൽ സംസാരിച്ച ആൾ ഞാനാണ്. ഞാൻ ദിലീപിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തതല്ല. തെറ്റ് ചെയ്തെങ്കിൽ ശിക്ഷിക്കട്ടെ. പക്ഷേ തെറ്റ് ചെയ്യാത്ത ഒരാളിനെ കുരുക്കുന്നതിനെ കുറിച്ചാണ് ഞാനന്ന് സംസാരിച്ചിരുന്നത്. 118 മണിക്കൂർ. അതിൻ്റെ അയാൾ ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഞാൻ ഒരു തീരുമാനമെടുത്തു. ഇനി ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ വിധി വരണം, കോടതി വിധി വരട്ടെ, അതുവരെ സംസാരിക്കേണ്ട എന്ന് പറഞ്ഞാണ് ഞാൻ ഒഴിഞ്ഞു നിന്നത്. ഒപ്പം ഞാൻ ഈ ചാനൽ ചർച്ചകൾക്ക് പോകണ്ട, നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കൂടെ പറഞ്ഞാൽ മതി എന്നങ്ങ് തീരുമാനിച്ചു. കാരണം വിവരം കെട്ടവന്മാർ, എന്താ പറയുക, വ്യക്തിത്വം ഇല്ലാത്തവന്മാരൊക്കെ വന്നിരുന്ന് എന്തെല്ലാം അപഖ്യാതികളാണ് എന്നെപ്പറ്റി. എൻ്റെ ഭാര്യയെക്കുറിച്ച് തന്നെ എന്തെല്ലാം മോശമായിട്ട് പറഞ്ഞു ഇല്ലേ. എൻ്റെ ഭാര്യ എൻ്റെ മകനൊന്നും അത് വകവയ്ക്കില്ല എങ്കിൽ പോലും, അതാണ് എനിക്കുള്ള ഏക സമാധാനം. എങ്കിൽ പോലും കാണുന്നവർ എന്ത് വിചാരിക്കും. അതുകൊണ്ട് തന്നെ ഈ ചാനൽ ചർച്ചക്കാരാണെങ്കിൽ ഈ തന്തയ്ക്ക് വിളിക്കുന്നവന്മാരെയും അനാവശ്യം പറയുന്നവരെയൊക്കെയാണ് ആദ്യം വിളിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ടാണ് നമ്മളെയും വിളിക്കുന്നത്. നമ്മൾ സ്വന്തം പെട്രോളും അടിച്ച് വണ്ടിയെടുത്ത് നമ്മുടെ സമയവും കളഞ്ഞ് ചെന്ന് ഇവൻ്റെയൊക്കെ വായിരിക്കുന്ന ചെറിയൊക്കെ ഇരുന്ന് കൊടുക്കണം എന്തിനെന്നേ. അതുകൊണ്ട് ഇനി ചർച്ചയ്ക്ക് പോകണ്ടെന്ന് തീരുമാനിച്ചാണ് ഒരു ചർച്ചയ്ക്കും പോകാത്ത. രാഷ്ട്രീയ ചർച്ചയ്ക്കായാലും ഒരു വിഷയത്തിന് എന്നെ ഇതിനിടയ്ക്ക് എന്തിനൊക്കെയോ വിളിച്ചു, അവന് വരില്ല. അത് നമ്മളൊരു തീരുമാനം പോലെ അങ്ങ് എടുത്തിരിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് സുബ്രഹ്മണ്യ ഹാളിലൊരു കല്യാണ സ്ഥലത്ത് വെച്ച് കണ്ടപ്പോൾ ഡോക്ടർ ലാൽ, കൈരളി ചാനലിലെ ലാൽ ചോദിച്ചു, നിങ്ങൾ പൂർണ്ണമായും ചാനലുകളൊക്കെ ഒഴിവാക്കിയില്ലേ, ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തെങ്കിലും വോട്ടെണ്ണലിൻ്റെയൊക്കെ സമയത്ത് വിളിച്ചാൽ അതിനെങ്കിലും വരുമോ ചർച്ചയ്ക്ക്? ഞാൻ പറഞ്ഞു, ലാൽ വിളിച്ചാൽ ഞാൻ വരാം, വിളിക്കുമ്പോൾ വരാം. കാരണം നമ്മൾ പൂർണ്ണമായും ഞാൻ ഒരു തീരുമാനം എടുത്താണ് ഒഴിഞ്ഞു നിൽക്കുക. പക്ഷേ ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ദിലീപിൻ്റെ കേസുമായി ബന്ധപ്പെട്ട ഇതാണ്. അത് നമ്മൾ സംസാരിക്കാൻ പാടില്ലാത്തതാണ്. കാരണം കോടതി അലക്ഷ്യമല്ലേ. കോടതിയിൽ വാദം നടന്നുകൊണ്ടിരിക്കുമ്പോൾ വിധി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് നമ്മൾ ഇതുപോലെ യൂട്യൂബിലേക്ക് ഇരുന്ന് വിധി പ്രഖ്യാപിക്കുന്നത് ശരിയല്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിലൊരു പ്രോഗ്രാമും ചെയ്യാത്തത്. അതിൻ്റെ കൂട്ടത്തിൽ ദിലീപിനെ കുറിച്ച് പറയാവുന്ന ഒരുപാട് എപ്പിസോഡുകൾ ചെയ്യാം. പക്ഷേ അതിൻ്റെ താഴെ വന്ന് ചില പൊട്ടന്മാരെഴുതും, എത്ര തന്നു ദിലീപ്, അധമൻ്റെ കൂടെയാണോ നിപ്പ് എന്നൊക്കെ ചോദിക്കും. എനിക്കതിലൊന്നും ഒരു ചളിപ്പുമില്ല, ഒരു എന്താ പറയുക ചമ്മലുമില്ല. അവന്മാരെന്തുവാണോ വിളിക്കട്ടെ എന്ന് വയ്ക്കാം. പക്ഷേ ഞാൻ വിചാരിച്ചു കുറച്ച് തൽക്കാലത്തേക്ക് ദിലീപിനെ കുറിച്ചൊന്നും പറയണ്ട എന്ന് പറഞ്ഞ് മാറി നിന്നതാണ്. അപ്പോഴാണ് അതിജീവിതയ്ക്ക് വേണ്ടി കോടതിയിൽ പോകുന്ന ഒരു മഹതി ഉണ്ടല്ലോ, വക്കീൽ. ആ സ്ത്രീ അടിക്കുന്ന മണ്ടത്തരങ്ങൾ കേൾക്കുമ്പോൾ, ആ സ്ത്രീ പറയുന്ന പൊട്ടത്തരങ്ങൾ കേൾക്കുമ്പോൾ ഈ അതിജീവിതയ്ക്ക് വേറെ ആരെയും കിട്ടിയില്ലേ കോടതിയിൽ അയക്കാനെന്ന് എനിക്ക് തോന്നി. കാരണം ഇത്തരം ഒരു കേസിൽ വാദിഭാഗത്തിന് വേണ്ടി രാമപിള്ള സാർ അടക്കമുള്ള 8 പ്രഗത്ഭരായ വക്കീലുമാർ വന്ന് നിൽക്കുമ്പോൾ അതിജീവിതയ്ക്ക് വേണ്ടി സർക്കാരിൻ്റെ PP ഉണ്ടെങ്കിൽ പോലും ഇവരെ റെപ്രസെൻ്റ് ചെയ്ത് വന്ന് നിൽക്കുന്നത് ഈ സ്ത്രീ ആണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് സത്യത്തിൽ സഹതാപം തോന്നുന്നു. കാരണം മണ്ടത്തരമല്ലാതെ ആ സ്ത്രീ പറയില്ല. ഇപ്പം തന്നെ കോടതിയിൽ വാദം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കേസിൽ വാദിഭാഗത്തിനു വേണ്ടി വാദിക്കുന്ന ഒരു വക്കീൽ വന്നിരുന്ന് ചാനലുകളിൽ അടിക്കുന്ന ഭംഗത്തരങ്ങൾ കേട്ടാൽ, കേസിൽ ദിലീപ് തന്നെയാണ് കേട്ടോ ഇത് ചെയ്തത്. അവരങ്ങ് തീരുമാനിക്കും. പിന്നെ അവരങ്ങ് വിധി പ്രഖ്യാപിച്ചപ്പോരെ, ഹടിയം വർഗീസിൻ്റെ പറഞ്ഞ പോരെ, നിങ്ങൾ മാറും ഞാൻ വിധി പറയാം എന്ന് പറഞ്ഞ പോരെ. കേസ് ദിലീപ് തന്നെയാണ് ചെയ്തത്. പൾസറിന് ആനുകൂല്യങ്ങൾ കൊടുത്താലും ദിലീപിന് കൊടുക്കാൻ പാടില്ല. കാരണം ഏക ഉത്തരം ക്രൈസ്റ്റ് എന്ന് പറയുമ്പോൾ ദിലീപിനെ തൊലയ്ക്കുക എന്നുള്ളതാണല്ലോ ഈ കേസിലടക്കം നടന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം അവർ ഒരു കാര്യം കൂടെ പറയുന്നു, കേസ് നമ്മൾ വിജയിക്കുമെന്ന് ഒരു ഉറപ്പുമില്ല. ആലോചിച്ച് നോക്കിയേ, ഇവരെയൊക്കെ പിടിച്ച് ബാക്കി ഈ കേസ് കൊടുക്കുന്നവരെയല്ലേ പറയാൻ. എന്തായാലും അവരത് ചെയ്യാൻ പാടില്ല. ഇത് പറയുമ്പോൾ ഇതിൻ്റെ തുടക്കത്തിൽ ഞാനൊരു സന്തോഷ വർത്താനം കൂടെ പറയാം. ഈ അതിജീവിത എന്ന് പറയുന്ന കുട്ടി, എൻ്റെ വായിൽ സത്യം പറഞ്ഞാൽ ആ കുട്ടിയുടെ പേരേ വരും. പക്ഷേ കോടതിയിൽ അത് കേസാവുമായിട്ട് ഞാൻ പറയുന്നില്ല. ഈ അതിജീവിത എന്ന് പറഞ്ഞ കുട്ടി എൻ്റെ പടത്തിലെ നായികയായിരുന്നല്ലോ. എനിക്ക് അവളൊരു നല്ല മോളെ പോലെ അനിയത്തിയെ പോലെ ആയിരുന്നു. കാരണം അവളുടെ അച്ഛനും ഞാനും അത്രയും ആത്മബന്ധം ഉണ്ടായിരുന്നു. ഈ അടുത്ത കാലത്ത് എൻ്റെ സിനിമയിലൊക്കെ വർക്ക് ചെയ്തിരുന്ന ആർട്ടിസ്റ്റിൻ്റെ ആയിരുന്ന വടക്കാഞ്ചേരിക്കാരനൊരു രാജേഷുണ്ട്. രാജേഷിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം സദാസമയവും എന്നെ ചിരിപ്പിക്കലാണ് അവൻ്റെ പ്രധാന ജോലി. അത് കഴിഞ്ഞാൽ അവൻ്റെ ഏറ്റവും വലിയ ഹോബി എന്ന് പറയുന്നത് മോണിറ്റർ ഞാനിരിക്കണേ എൻ്റെ പുറകെ വന്നിട്ട് തലയിൽ മസാജ് ചെയ്യും. എനിക്ക് തലയിൽ എത്ര മസാജ് ചെയ്താലും 24 മണിക്കൂർ മസാജ് ചെയ്താലും ഞാൻ സുഖമായിട്ടിരുന്ന് കൊടുക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് രാജേഷിനെയും ഇഷ്ടമാണ്. ഇടയ്ക്കിടയ്ക്ക് എന്നെ രാജേഷ് വിളിക്കും. ഇപ്പോൾ ഒരു പടത്തിൽ വർക്ക് ചെയ്യാൻ പോയിട്ട് വന്നിട്ട് വളരെ സന്തോഷത്തോടു കൂടി രാജേഷ് പറഞ്ഞു, ചേട്ടാ ഞാനിപ്പോൾ വർക്ക് ചെയ്യാൻ പോയ പടത്തിലേ നമ്മളെ നായികയായിരുന്നു എന്ന് പറഞ്ഞു. ഞാനോ അത് ശരി, എന്ത് പറഞ്ഞവള് എന്നിട്ട്, ചേട്ടന് സുഖമാണോ എന്നൊക്കെ ചോദിച്ചു. ആലോചിച്ച് നോക്കൂ, 118 മണിക്കൂറോളം വേണമെങ്കിൽ
ഈ അതിജീവിത എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് എതിരെ സംസാരിച്ചവനെന്ന് വേണമെങ്കിൽ എന്നെ പറയാം. ഞാൻ പക്ഷേ ഒരിക്കലും അവളെ മോശമായിട്ട് പറഞ്ഞിട്ടില്ല. എന്നിട്ട് പോലും അവൾ രാജേഷിനോട് ചോദിക്കുകയാണ്, ദിനേശ് ചേട്ടന് സുഖമാണോ, ഞാൻ തിരക്കിയെന്ന് പറയണേ എന്നൊക്കെ പറഞ്ഞു എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അവളുടെ കല്യാണമൊന്നും എന്നെ വിളിച്ചില്ല എങ്കിലും എന്നെ മറന്നില്ലല്ലോ അവൾ. അത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. വാദം നടക്കുന്ന ഒരു കേസിൽ പത്രസമ്മേളനം നടത്തുന്നത്, അത് വാദിയുടെ ആയാലും പ്രതിയുടെ ആയാലും വക്കീലന്മാർ പത്രസമ്മേളനം നടത്തുന്നത് ശരിയല്ല എന്നാണ് ഞാൻ വിളിച്ചു ചോദിച്ച വക്കീലന്മാരെല്ലാം എന്നോട് പറഞ്ഞത്. കേസ് നടക്കുമ്പോൾ വാദിയുടെയോ പ്രതിയുടെയോ അഭിഭാഷകർ കേസിനെ പറ്റി ഒന്നും പറയാൻ പാടില്ല, അതൊരു എത്തിക്സ് ആണെന്നാണ് എൻ്റെ ഒരു വക്കീൽ പറഞ്ഞത്. ബാർ കൗൺസിലിൽ ആരെങ്കിലും പരാതി കൊടുത്താൽ പത്രസമ്മേളനം നടത്തിയ ഈ മഹതി പെടും എന്നാണ് എൻ്റെ ഒരു വിവരമുള്ളൊരു വക്കീൽ പറഞ്ഞത്. വിവരമില്ലാത്ത ഒരാളല്ല. ഇപ്പോൾ ഹാഷ് വാല്യൂ മാറിയതിൻ്റെ പേരിലാണ് വിവാദവും അന്വേഷണവും ഒക്കെ. മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ മാറി എന്ന് പറഞ്ഞിട്ടാണല്ലോ ഈ കേസ് മുഴുവൻ തകിടം മറിഞ്ഞു പോവും. ഈ കേസിൽ ഹാഷ് വാല്യൂ മാറിയത് കാരണം ഈ മെമ്മറി കാർഡിലുള്ളതെല്ലാം എല്ലാവരും കണ്ടു എന്നൊക്കെയാണല്ലോ പറയുന്നത്. അതിൻ്റെ അന്വേഷണമാണ് നടക്കുന്നത്. പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്ന വീഡിയോയിലെ ദൃശ്യങ്ങൾ കേസിലെ 8 പ്രതികളും അവരുടെ വക്കീലന്മാരും ജഡ്ജിയും പബ്ലിക് പ്രോസിക്യൂട്ടറും വാദിയുടെ വക്കീലും എല്ലാം കണ്ടതാണ് എന്നുള്ളത് ആരും പുറത്ത് പറയുന്നില്ല. ഇതൊരു രഹസ്യ സാധനമൊന്നുമല്ല. കേസിലെ പ്രതികളായ ദിലീപ് അടക്കമുള്ള 8 പ്രതികളുടെയും വക്കീലന്മാർ കണ്ടിട്ടുണ്ട്. ആ 8 പ്രതികളും കണ്ടിട്ടുണ്ട്. വാദി കണ്ടിട്ടുണ്ട്, വാദിയുടെ വക്കീൽ കണ്ടിട്ടുണ്ട്, പബ്ലിക് പ്രോസിക്യൂട്ടർ കണ്ടിട്ടുണ്ട്, ജഡ്ജി കണ്ടിട്ടുണ്ട്, കോടതിയിലെ സ്റ്റാഫുകൾ കണ്ടിട്ടുണ്ട്. പക്ഷെ പറയുന്ന കേട്ടതൊന്നും ഇത് സീക്രട്ട് ലോക്കറിൽ പൂട്ടി വെച്ചിരിക്കുന്ന ഒരു സാധനം, ആരും കാണാത്ത സാധനത്തിനെ എല്ലാവരെയും കാണിച്ചു എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. 8 ഫയലിൻ്റെ ഹാഷ് വാല്യൂ മാറി എന്നാരും പറയുന്നില്ല. മെമ്മറി കാർഡിൽ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് പരാതി. മെമ്മറി കാർഡുകൾ സ്റ്റോർ ചെയ്യുന്ന സോഫ്റ്റ്വെയറിൽ 5000-ലധികം ഫയലുകളുണ്ട്. ഇതിലൊരു ഫയൽ പരിശോധിച്ചാൽ ബാക്കി 4999 ഫയലുകളുടെയും ഹാഷ് വാല്യൂ മാറും എന്നാണ് ഒരു വിദഗ്ധനായ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്നോട് പറഞ്ഞത്. മനസ്സിലായില്ലേ? അതായത് ഈ 5000-ഓളം ഫയലുകൾ സൂക്ഷിച്ചിരിക്കുന്ന ഈ സോഫ്റ്റ്വെയറിൽ ഏതെങ്കിലും ഒരു കേസിൻ്റെ നോക്കാനായിട്ട് ഓപ്പൺ ചെയ്താൽ അതിൽ ബാക്കിയുള്ള 4999 ഫയലുകളും, ഇപ്പോൾ 5000 ഫയലാണുള്ളതെങ്കിൽ ആ 4999 ഫയലുകളുടെ ഹാഷ് വാല്യൂ മാറും. ദിലീപ് വീട്ടിൽ വെച്ച് വിഷ്വലുകൾ കണ്ടത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞ മഹാത്മാവിൻ്റെ മൊഴി എടുത്തിരുന്നല്ലോ, നിങ്ങളെല്ലാം കണ്ടതല്ലേ? ഉത്തരം മുട്ടുമ്പോൾ അസുഖ വിവരം പറഞ്ഞ് ലീവെടുത്ത് കാര്യങ്ങൾ പഠിച്ചിട്ട് പിന്നെയും എത്തുമ്പോഴും അടുത്ത ഉത്തരം മുട്ടുമ്പോൾ വീണ്ടും ലീവെടുത്ത് അങ്ങനെ ലീവെടുത്ത് പഠിച്ചു എന്ന് പറഞ്ഞ എല്ലാം കോടതിയിൽ പൊളിഞ്ഞു എന്നാണ് ഞാൻ അറിഞ്ഞത്. ഈ നെല്ലിമുട്ടുകാരൻ്റെ എല്ലാ വാദഗതികളും പൊളിഞ്ഞു പോയി എന്നാണ്. കാരണം ഇന്ന് പറയുന്നതല്ല എന്ന് നാളെ പറയുന്നതല്ല മറ്റന്നാൾ പറയുന്നത്, എല്ലാം മാറിയും മറിഞ്ഞും പറഞ്ഞ് കോടതിയിൽ പൊളിഞ്ഞു പാളീസായി എന്ന് പറയുന്നു. അന്വേഷണ തലവൻ്റെയും മൊഴിയെടുക്കലുകൾ ചോദിക്കലും ഒക്കെ തുടങ്ങിയെങ്കിലും അദ്ദേഹവും അസുഖബാധിതനായി 3 ആഴ്ചത്തേക്ക് ലീവ് എടുത്ത് പോയിരിക്കുകയാണ്. ഇവർക്കെല്ലാം ലീവുകൾ എടുക്കലാണ് ജോലി. കാരണം അനാരോഗ്യമാണ് എല്ലാവർക്കും. പ്രതിഫലം ഏതും കൈപ്പറ്റാതെ കമ്മിറ്റ്മെൻറ്റിന് വേണ്ടി മാത്രം കേസെടുത്ത വക്കീലാണ് ഈ കഥ പറയുന്നത്. അവർ പറഞ്ഞു, ഞാൻ 1 രൂപ അതിജീവിതയിൽ നിന്ന് വാങ്ങിച്ചിട്ടില്ല, ഈ കേസ് എനിക്കൊരു കമ്മിറ്റ്മെൻറ്റാണ്, അതുകൊണ്ട് അങ്ങനെ ഞാൻ അങ്ങോട്ട് ചെന്ന് ചോദിച്ച് ഈ കേസ് എനിക്ക് തരുമോ എന്ന് ചോദിച്ചാണ് വാങ്ങിയത് എന്നാണ് പറയുന്നത്. പലരും പലതും പറയുന്നു, പറയട്ടെ, നമുക്ക് നോക്കാം വിധി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു ഡോക്യുമെൻ്റാണ് മെമ്മറി കാർഡ്, ഡോക്യുമെൻ്റാണല്ലോ. വിധി പറയേണ്ട ന്യായാധിപയ്ക്ക് എത്ര വട്ടം വേണമെങ്കിലും കാണാമെന്നാണ് വിവരമുള്ള വക്കീലന്മാർ എന്നോട് പറഞ്ഞത്. എത്ര പ്രാവശ്യം വേണമെങ്കിലും ആ ജഡ്ജിക്ക് കാണാം, ഡോക്യുമെൻ്റ് ആയതുകൊണ്ട്. ഇപ്പം തന്നെ വാദിഭാഗം വക്കീൽ വിധി പറയാറാവുന്ന കേസിൽ പ്രതിപ്പട്ടികയിൽ 8ാം സ്ഥാനക്കാരൻ ദിലീപിനെ പറ്റി എന്തും പറയും എന്നുള്ള സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പറയാമോ എന്ന് എനിക്കറിയില്ല, അത് കോടതി ലക്ഷ്യമാവുമോ എന്ന് എനിക്കറിയില്ല. കാരണം 8ാം സാക്ഷിയെ എട്ടാം കേസിലെ 8ാം പ്രതിപ്പട്ടികയിൽ നിൽക്കുന്ന ആളിനെ എന്തെല്ലാമാണ് ഈ വക്കീൽ പറയുന്നത് നോക്കൂ. വാദിഭാഗത്തിനോട് വാദിക്കുന്ന വക്കീൽ സ്ത്രീ പറയുന്നത്, അവർ പറയുന്നത് ദിലീപാണ് പ്രതി, ദിലീപാണ് ചെയ്യിച്ചത്, അതിൻ്റെ തെളിവുകളെല്ലാം എൻ്റെ കൈവശമുണ്ടെന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ വാദിഭാഗം വക്കീൽ ചാനലുകളിലും യൂട്യൂബുകളിലും ഉറപ്പിച്ച് പറയുന്നു. തെളിവുണ്ട്, രേഖയുണ്ട് എന്നാണ്. ശങ്കരാടി യാദവ് പടത്തിൽ പറഞ്ഞ പോലെ രേഖയുണ്ട് എന്നാണ് പറയുന്നത്. എന്നാൽ കൈവശമുള്ള ആ തെളിവുകൾ അന്വേഷണ ഉദ്യോഗസ്ഥനോ ജഡ്ജിക്കോ വക്കീൽ കൊടുക്കുന്നില്ല എന്നത് എത്ര ആലോചിച്ചിട്ട് എനിക്ക് പിടികിട്ടുന്നില്ല.
എൻ്റെ എല്ലാ തെളിവും ഉണ്ട്, ഞാൻ കാണിച്ചു തരാം, വിധി വരട്ടെ, വിധി വന്ന ശേഷമാണോ തെളിവുകൾ എൻ്റെ ഉണ്ടെന്ന് പറയുന്നത്? തെളിവുകളുണ്ടെങ്കിൽ ഇപ്പോൾ അല്ലേ കോടതി കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കൊടുക്കേണ്ടത്. ഇത്രയും പറഞ്ഞിട്ട് ഞാൻ പറയും എന്ന് പറയുന്നതല്ലാതെ എല്ലാം കഴിഞ്ഞിട്ട് പറയും ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. വീഡിയോ ആണെങ്കിൽ പണ്ട് പത്രക്കാരുടെ ആണെങ്കിൽ അങ്ങനെ കള്ളം പറയാമായിരുന്നു. പറയാൻ പാടില്ലാത്തതൊക്കെ കയറി പറയും. പറഞ്ഞിട്ട് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല, പറയില്ല, കാരണം ഞാനൊരു വക്കീലാണ് എന്നാണ് അവർ പറയാറ്. ജഡ്ജിയെയും ഈ കേസ് കേൾക്കുന്ന ജഡ്ജിയെയും ദിലീപിനെയും വില്ലന്മാരാക്കണം എന്നുള്ളത് മാത്രമാണ് ഈ വക്കീലിൻ്റെ ഏക ലക്ഷ്യം എന്ന് എനിക്ക് തോന്നുന്നു. ദിലീപ് ഒരു കുഴപ്പക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കണം. അങ്ങനെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ദിലീപ് ഒരു വില്ലനാണെന്ന് ഇങ്ങനെ ചാർത്തിക്കൊണ്ടേയിരിക്കണം. വേറെ ആരും പറയുന്നില്ല, അതിജീവിത പോലും പറയുന്നില്ല. എന്നാൽ ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും എന്നാണ് അവർ പറയുന്നത്. ഹാഷ് വാല്യൂ മാറിയതിനെപ്പറ്റി ഒരു എൻക്വയറി നടത്താൻ ഹൈക്കോടതി ജഡ്ജി ബാബു നിർദ്ദേശിച്ചു. അപ്പോൾ പറയും എൻക്വയറി നടത്താൻ പാടില്ല. ഹാഷ് വാല്യൂ മാറി എന്ന് പറയുമ്പോൾ എന്നാൽ ഒരു എൻക്വയറി നടത്തുമെന്ന് ഹൈക്കോടതി ജഡ്ജി പറയുന്നു. അങ്ങനെ എൻക്വയറി നടത്താൻ പാടില്ല എന്ന് അപ്പോൾ പറയും. എന്തിനാണ് ഇവരിങ്ങനെ മാറ്റി മാറ്റി പറയുന്നതെന്ന് എനിക്കറിയില്ല. എന്താണ് ഇതിന് കാരണം? കേസ് തുടക്കം മുതൽ കേൾക്കുന്ന ഹണി എം വർഗീസ് അങ്കമാലിയിൽ നിന്നും മാറിപ്പോണം. ഇത് മാത്രമേ ഉള്ളൂ പ്രശ്നം. അങ്കമാലിയിൽ നിന്നും മാറിപ്പോണം. ഒരു കാരണവശാലും ഈ കേസിന് അവർ വിധി പറയരുത്. അതാണ് എല്ലാവരുടെയും ആഗ്രഹം. ദിലീപിനെതിരെ നിൽക്കുന്നവരുടെയൊക്കെ ആഗ്രഹം അതാണ്. വിധി പറയുന്നത് മറ്റൊരു ജഡ്ജാകണം. മജിസ്ട്രേറ്റ് എന്ന ഡെസിഗ്നേഷൻ മനഃപൂർവ്വം ഞാൻ പറയാത്തതാണ്. ഞാൻ ജഡ്ജ് എന്നേ പറയുള്ളൂ. എന്തിനാണ് അവരെ മജിസ്ട്രേറ്റ് എന്ന് പറയുന്നത്? ഏത് വിധി പറയുന്നവരെയും ജഡ്ജ് എന്ന് പറയുന്നതാണ് ശരി എന്ന പക്ഷക്കാരനാണ് ഞാൻ. വലിയ രീതിയിൽ കയറിപ്പോകേണ്ട ന്യായാധിപയാണ് ഹണി എം വർഗീസ് എന്നും അതിജീവിതയ്ക്കായി ഫീസില്ലാതെ വാദിക്കുന്ന ഈ വക്കീൽ പറയുന്നു. സുപ്രീം കോടതി ജഡ്ജി വരെ ആകാൻ മിടുക്കുള്ള ആളാണ് ഹണി എം വർഗീസ് എന്ന് ഇവർ തന്നെ പറയുകയാണ്. ഈ പറയുന്ന വക്കീൽ മഹദി തന്നെ പറയുന്നു. എവിടെ എത്തേണ്ടവരെന്നറിയോ? നല്ല ബുദ്ധിശാലിയും കേസുകൾ പഠിച്ച് കൈകാര്യം ചെയ്യുകയൊക്കെ ചെയ്യുന്ന ജഡ്ജാണ്. പക്ഷേ അവരെന്തിനാണ് ഈ അങ്കമാലിക്ക് തന്നെ കയറിയിരിക്കുന്നത് എന്നാണ് അവർ ചോദിക്കുന്നത്. ശ്രമിച്ചാൽ സുപ്രീം കോടതി വരെ എത്താനാകും ഹണി എം വർഗീസിന്. ഇട്ടിട്ട് പോകണ്ടേ ഈ അങ്കമാലിയിലെ ഈ കേസ് പുല്ല് ഇതാടക്കണം എന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോകണ്ടേ എന്നാണ് ഈ വക്കീൽ ചോദിക്കുന്നത്. പക്ഷെ അവർ പോകുന്നില്ല. എന്തിനായി ക്രിമിനലിനായി നിൽക്കുന്നത് എന്നാണ് അവർ ചോദിക്കുന്നത്. ദിലീപിന് വേണ്ടി, ക്രിമിനലായ ദിലീപിന് വേണ്ടി എന്തിനു നിൽക്കുന്നു എന്നാണ് അവർ ചോദിക്കുന്നത്. കോടതി വിധിക്ക് മുമ്പ് ഒരു വക്കീൽ വിളിക്കുകയാണ് ദിലീപിനെ ക്രിമിനൽ. അണ്ടർലൈനിൽ കേട്ട് വെച്ചോളൂ. ദിലീപ് ആണാണെങ്കിൽ ഈ കേസ് കഴിഞ്ഞ് അയാളെ ശിക്ഷിക്കപ്പെടാതെ പുറത്തു വരികയാണെങ്കിൽ അയാൾ ഈ പറഞ്ഞ ക്രിമിനൽ എന്നൊക്കെ വിളിക്കുന്ന ഈ സ്ത്രീയെ അടക്കമുള്ളവരുടെ പേര് മാനനഷ്ട കേസ് ഫയൽ ചെയ്യണമെന്ന് ഞാൻ പറയും. ദിലീപ് ചെയ്യില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഞാനാണെങ്കിൽ ചെയ്യും. വീട് വിറ്റ് വരെയാണെങ്കിലും ഞാൻ കേസ് വാദിക്കുക, ഏതറ്റം വരെ പോവും. കാരണം കേസിൽ വാദപ്രതിവാദം നടന്നുകൊണ്ടിരിക്കുമ്പോൾ വാദിഭാഗം വക്കീൽ വിളിക്കുന്നത്, പരസ്യമായി ചാനലുകളിൽ വന്ന് വിളിക്കുന്നത് ക്രിമിനലേ എന്നാണ് വിളിക്കുന്നത്. ഞാൻ വിധി പറയും, ഞാൻ ഇവിടെ തന്നെ ഇരിക്കും എന്ന് ഹണി എം വർഗീസ് എന്തിനാ വാശി പിടിക്കുന്നത് എന്നാണ് അവർ ചോദിക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ ഈ ജഡ്ജ് വാശി പിടിക്കുന്നത് എന്നാണ് അവർ ചോദിക്കുന്നത്. ഞാനും പബ്ലിക് പ്രോസിക്യൂട്ടറും കൂടി വിധി പറഞ്ഞോളാമെന്ന് ഈ വക്കീൽ പറയാത്തത് ഭാഗ്യമായി. പബ്ലിക് പ്രോസിക്യൂട്ടർ നിങ്ങൾക്ക് അറിയാമല്ലോ, ദിലീപിനെതിരെ നിരന്തരമായി ചാനൽ ചർച്ചയ്ക്ക് വന്നുകൊണ്ടിരുന്ന ആളാണല്ലോ ഇപ്പോഴത്തെ പബ്ലിക് പ്രോസിക്യൂട്ടർ. അപ്പോൾ അദ്ദേഹവും ഈ മഹദിയും കൂടെ ചേർന്ന് അങ്ങ് വിധിച്ചോളാം, ഞങ്ങൾ വിധിച്ചോളാം, ഹണി എം വർഗീസ് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ഇതെല്ലാം പറഞ്ഞിട്ട് പറയുകയാണ് ഈ കേസിൽ നീതി അകലെയാണ്. എന്താ അതിൻ്റെ അർത്ഥം? എല്ലാം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ട് അവസാനം പറയുകയാണ് ഈ കേസിൽ നീതി കിട്ടില്ല. ആര് പറയുന്നു? വാദിഭാഗം വക്കീൽ പറയുകയാണ്. ഞങ്ങളൊക്കെ 25 വർഷം ചാടിയാലും ദിലീപിന് ശിക്ഷിക്കാനുള്ളതൊന്നും ഇല്ല എന്ന് പറയാതെ പറയുന്നു വാദിഭാഗത്തെ വക്കീൽ. ഞങ്ങൾ എന്തൊക്കെ ശ്രമിച്ചാലും, ഒരു 25 വർഷം ശ്രമിച്ചാലും ഈ ദിലീപിനെ കൊടുക്കാവുന്ന ഒന്നും കിട്ടിയിട്ടില്ല എന്നാണ് അവർ പറയാതെ പറയുന്നത്. എന്നാൽ പിന്നെ ദിലീപാണ് ചെയ്തത് എന്നതിനുള്ള തെളിവുകൾ കൈവശമുണ്ടെന്ന് പറയുന്ന മാഡം അതങ്ങെടുത്ത് കാച്ച്. ഇതുവരെ കൊണ്ടുവന്നിരിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കൊണ്ടുവന്നിരിക്കുന്ന ഒരു തെളിവിലും ദിലീപിനെ പൂട്ടാൻ പറ്റുന്നില്ല എങ്കിൽ എൻ്റെ കയ്യിൽ രേഖയുണ്ട് എന്ന് വിളിക്കുന്നവർ അതും കൊടുത്താൽ പോരെ. ശങ്കരാടി ഏത് പടത്തിലാണ് പറഞ്ഞേ? എനിക്ക് തോന്നുന്നു കാബൂളി വാലയിലാണെന്നാണ് ഇങ്ങനെ പറഞ്ഞത്, രേഖയുണ്ടെന്ന്. ദിലീപിനല്ലാതെ വിധി പറയണം എന്ന് വാശിയുള്ളവർ എത്ര പേർ ഈ കേസിലുണ്ടെന്ന് മലയാളി ആലോചിച്ചിട്ടുണ്ടോ? ഒരാൾക്കും വിധി പറയുന്നത് ഇഷ്ടമല്ല. ദിലീപിന് മാത്രമേ ഉള്ളൂ വിധി പറയണം. കാരണം അയാൾക്ക് ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, അയാൾക്ക് കുറേ സിനിമകൾ ചെയ്യണം. അതുകൊണ്ട് അയാൾക്ക് മനസ്വസ്ഥത കിട്ടാനായിട്ട് അയാൾ മാത്രം കോടതിയുടെ പുറകെ നടക്കണം, എങ്ങനെയെങ്കിലും ഇതൊന്ന് വിധി പറയാൻ. ഏത് വിധത്തിലെങ്കിലും വിധി പറയാൻ പാടില്ല. ഈ വിധി പറയാൻ പാടില്ല. അത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ പെൻഷനായാലും വിധി പറയാൻ പാടില്ല. ഈ ജഡ്ജ് പോയി വേറൊരു ജഡ്ജ് വന്നാലും വിധി പറയാൻ പാടില്ല. അങ്ങനെ ഇത് നീട്ടി കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് ആരും നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ.
എന്നിട്ട് എല്ലാത്തിനും പറയുന്നത് ദിലീപ് കേസുകളും കൊണ്ട് നടക്കുന്നതാണ്. ദിലീപ് പെട്ടെന്ന് വിധി പറയാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അന്വേഷണം പൂർത്തിയാക്കിയ ശേഷം വീണ്ടും 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 അത് അന്വേഷിക്കരുത് എന്നൊക്കെ പറഞ്ഞ് കോടതി പോകുന്നത്. വിധി ഒരിക്കലും പറയരുതെന്ന് ആഗ്രഹിക്കുന്നവർ ആണ് ഭൂരിപക്ഷം എന്ന് പറയാം. ഞാൻ പറയാൻ വിട്ടൊരു കാര്യമുണ്ട്. ഈ അഭിഭാഷക എന്ന് പറയുന്നത് ഒന്നൊന്നര ആളാണ്. അവർ ചില്ലറ കേസുകളൊന്നും അല്ല വാദിച്ചത് എന്നാണ് അവർ പറയുന്നത്. ഞാൻ സൂര്യനെല്ലി കേസ് വാദിച്ചു, ജിഷ കേസ് വാദിച്ചു, കിളിരൂർ കേസ് വാദിച്ചു, സൗമ്യ കേസ് വാദിച്ചു, പറവൂർ കേസ് വാദിച്ചു, കുഞ്ഞാലിക്കുട്ടിയുടെ ഐസ്ക്രീം കേസ് വാദിച്ചു, പിന്നെ ഇതാ അതിജീവിതയുടെ കേസ് ഞാൻ വാദിക്കുന്നു. ഞാൻ അന്വേഷിച്ചപ്പോൾ ഈ കേസൊന്നും ഇവരന്വേഷിച്ചതുമല്ല, ഇവർ വാദിച്ചതുമല്ല, വേറെ ആണുങ്ങളാണ് അത് വാദിച്ചത്. പിന്നെ ഇവർ വാദിച്ച ഘട്ടത്തിലൊക്കെ പരാജയപ്പെട്ടു പോയി എന്നാണ് ഞാൻ അറിഞ്ഞത്. പക്ഷെ അവർ പറയുന്നു ഇതെല്ലാം ഞാനാണ് വാദിച്ചത്, അതുകൊണ്ട് തന്നെ അതിജീവിതയുടെ കേസ് ഞാൻ തന്നെ വാദിക്കും, പക്ഷേ ജയിക്കില്ല എന്നാണ് എൻ്റെ സംശയം എന്ന് അവർ പറയുന്നു. ഇത്രയും പ്രതിഭയുള്ള വക്കീൽ വാദിച്ച് വിജയിച്ച കേസുകളാണ് നമ്മൾ ഈ പറഞ്ഞ 7 എണ്ണം. മലയാളികൾ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. ഒരു സ്ഥിരമായി നടക്കുന്നൊരു കലാപരിപാടിയുണ്ട്. 4, 5, 6, 7 മാസം കൂടുമ്പോൾ ദിലീപിൻ്റെ ഒരു പടം റിലീസ് ചെയ്യുന്നു എന്നറിയുമ്പോൾ ഇതുപോലുള്ള ഹാഷ് വാല്യൂ പോലുള്ള ഓരോ ലൊട്ടിലൊടുക്ക് സാധനങ്ങളുമായി വിവാദം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഇവിടെ ഒരു പതിവാണിപ്പോൾ. അതിലാരെല്ലാം പങ്കാളികളാവുന്നു എന്ന് എനിക്കറിയില്ല. ദിലീപിൻ്റെ ഒരു പടം റിലീസ് ചെയ്യുമെങ്കിൽ റിലീസ് ചെയ്യുന്നതിന് ഒരു 2 ആഴ്ച മുമ്പ് വാദകോലാഹലം തുടങ്ങും. ആ പടം റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കോലാഹലം കെട്ടടങ്ങും. എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല. അതിൻ്റെ രഹസ്യം എനിക്ക് മനസ്സിലാകുന്നേ ഇല്ല സത്യത്തിൽ. കെ മധു സംവിധാനം ചെയ്ത ഒരു പടമുണ്ട്. ഈ ദിലീപിൻ്റെ പടം പൊളിക്കാൻ നടക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയതാണ് അധിപൻ. അതിൽ മോഹൻലാൽ ചെയ്ത അഡ്വക്കേറ്റ് പ്രകാശനെ പോലെ ആരെയെങ്കിലും തന്തയ്ക്ക് വിളിച്ചാൽ കിട്ടുന്ന സുഖമാണ് ഇവിടെ പലർക്കും. ആരെയെങ്കിലും കൊണ്ട് തന്തയ്ക്ക് വിളിപ്പിക്കണം, ദിലീപിനെ 4 തെറി പറയിക്കണം. അതിനുവേണ്ടി യൂട്യൂബിൽ പോയിരുന്ന് ചർച്ച. നല്ല സമൂഹത്തിൽ നല്ല മാന്യന്മാരായ ആൾക്കാരുമായിരുന്നു ഈ വക്കീൽ, ഭയങ്കര ചർച്ച. പിന്നെ നമ്മളെ നികേഷ് കുമാർ, നമ്മളെന്തിനാ പേര് മാറ്റി വയ്ക്കുന്നത്? മുതലാളി മാറിയെങ്കിലും റിപ്പോർട്ടർ ചാനലിൽ നികേഷ് ഉള്ളിടത്തോളം കാലം ഇതൊരു ചർച്ച തന്നെയായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഹാഷ് വാല്യൂവിൻ്റെ ഒരു ഇഷ്യൂ വരുമ്പോൾ നികേഷ് കുമാർ മൈക്കൊക്കെ എടുത്ത് വെച്ചിട്ട് നിരന്നിരിക്കുകയാണ്. ഈ വക്കീലിനെ ഇരുത്തിയിട്ടുണ്ട്. പിന്നെ നൊട്ടോറിയസ് ക്രിമിനലുകളായ ആൾക്കാരെയും കൂടെ വിളിച്ചിരുത്തി ഭയങ്കര ചർച്ച. ഇത് കുറേ കാലമായിട്ടുള്ളൊരു അസുഖമാണ്. ഇത് വിധി പറയുന്നത് വരെ ഇത് തുടരും. ഹണിയം വർഗീസ് ഹൈക്കോടതി പറഞ്ഞ പ്രകാരം എൻക്വയറി നടത്തി. അപ്പോൾ പറയണം നടത്തിയത് ശരിയായില്ല, കണ്ടുപിടിച്ചത് ശരിയല്ല എന്നൊക്കെയാണ് ഈ വക്കീൽ പറയുന്നത്. എന്തായാലും ഈ കള്ളനും പോലീസും കളി ആഗസ്റ്റോടെ അവസാനിക്കുമെന്നാണ് പറയുന്നത്. ആഗസ്റ്റിൽ എന്തു വന്നാലും വിധി പുറത്തു വരുമെന്നാണ് ഞാൻ അന്വേഷിച്ച് പറഞ്ഞത്. ഞാൻ അന്വേഷിച്ച് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇത് കണ്ടോണ്ടിരിക്കുന്ന ആരും വിചാരിക്കരുത് ഞാൻ ദിലീപിൻ്റെ ചോദിച്ചിട്ടാണ്. ദിലീപേ കേസ് എപ്പോൾ കഴിയും എന്ന് ചോദിച്ചു നിങ്ങൾ വിചാരിക്കരുത്. ഞാനൊരു 1.5 വർഷമായിട്ട് ദിലീപ് എന്നെ വിളിച്ചിട്ടില്ല. ഞാൻ ദിലീപിനെ വിളിക്കാറില്ല, ഒരിക്കലും വിളിച്ചിട്ടില്ല അങ്ങോട്ട്. എന്നെ ഇങ്ങോട്ട് ദിലീപ് കൂടെ വിളിക്കും, ബായി എന്ന് പറഞ്ഞിട്ട് എൻ്റെ എന്തെങ്കിലും ഒരു കാര്യം പറയാൻ വേണ്ടി വിളിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി വിളിക്കും. പക്ഷേ കഴിഞ്ഞ 1.5 വർഷമായിട്ട് ദിലീപ് എന്നെ വിളിച്ചിട്ടില്ല. എന്താ ദിലീപ് നിങ്ങൾ എന്നെ വിളിക്കാത്തത് എന്ന് ഞാൻ ചോദിക്കാറില്ല. അയാൾക്ക് സമയമില്ല വിളിക്കുന്നില്ല, അയാൾക്ക് ഇഷ്ടമില്ല വിളിക്കുന്നില്ല, അല്ലെങ്കിൽ അയാൾക്ക് വിളിക്കാനുള്ള കാരണമില്ല വിളിക്കുന്നില്ല. അതിനപ്പുറം ഞാൻ അതിനൊന്നും ഒരു സീരിയസ് ആയി എടുക്കുന്ന ആളല്ല. അതുകൊണ്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആഗസ്റ്റ് മാസത്തോടു കൂടി വിധി വരുമെന്ന് ഞാൻ പറഞ്ഞല്ല, ദിലീപ് പറഞ്ഞാണ് ഒന്നും വിചാരിക്കേണ്ട. ദിലീപുമായിട്ട് എനിക്ക് യാതൊരു കണക്ഷനും കഴിഞ്ഞ 1.5 വർഷമായിട്ടില്ല. ദിലീപുമായിട്ടൊന്നുമില്ല, അയാളുടെ അനൂപമായിട്ടും ഇല്ല. വേണമെങ്കിൽ എൻ്റെ 3 ഫോണും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ പരിശോധിച്ച് നോക്കട്ടെ. പരിശോധിക്കുമെന്ന് എനിക്കറിയാം, അല്ലെങ്കിൽ പരിശോധിച്ച് നോക്കട്ടെ, ഞാൻ വിളിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ എന്നെ വിളിച്ചിട്ടുണ്ടോ എന്ന് നോക്കട്ടെ. എനിക്ക് അത്രയും ബന്ധമേ ഉള്ളൂ. കൂട്ടത്തിൽ സ്വന്തം പോലെ നടന്നവർ എന്നെയും അതിജീവിതയെയും തെറ്റിക്കാൻ കളിച്ചു എന്നാണ് ഹണിയം ഈ ഈ കേസിൻ്റെ വാദിഭാഗം വാദിക്കുന്ന വക്കീൽ പറയുന്നത്. സ്വന്തം പോലെ കൂടെ നടന്നവർ പോലും അതിജീവിതയെയും എന്നെയും തെറ്റിക്കാൻ കളിച്ചു. അഭിഭാഷകയുടെ അടുത്ത പരാതിയാണ്. കൂടെ നിന്ന് തെറ്റിക്കാൻ നോക്കി, കൂട്ടത്തിൽപ്പെട്ടവരെ തന്നെ ഉപയോഗിച്ചു. ഇതൊക്കെയാണ് കണ്ടുപിടുത്തം. അപ്പോൾ എവിടെ പോയാലും അവർക്ക് സ്ഥായിയായ ബന്ധങ്ങളില്ല എന്ന് തോന്നുന്നു. കാരണം 3 വെള്ളിയാഴ്ച കഴിയുമ്പോൾ എല്ലാവരും പിണങ്ങി പോകുമെന്ന് തോന്നുന്നു. ഇവരുടെ സ്വഭാവം കൊണ്ടായിരിക്കാം. പിന്നെ കൂട്ടത്തിൽ പെട്ടവരെ തന്നെ ഉപയോഗിക്കാൻ ശ്രമിച്ചു എന്നവർ പറയുമ്പോൾ ആരുപയോഗിച്ചു എന്നവർ പറയുന്നില്ല. അത് അതിജീവിതം ഉപയോഗിച്ചോ, ഞങ്ങളുടെ കൂടെ നടന്നവർ ഉപയോഗിച്ചോ, ദിലീപ് ഉപയോഗിച്ചോ ഒന്നും അവർ പറയുന്നില്ല. അടുത്തത് ദിലീപും ദിലീപിൻ്റെ വക്കീലും രാമൻപിള്ള സാറിനെയാണോ പറയുന്നത് അതോ ഫിലിപ്പ് എന്ന് പറഞ്ഞ പേഴ്സണൽ വക്കീലുണ്ട്. ഈ 2 വക്കീലന്മാരിൽ ആരെയാണെന്ന് അവർ പറയുന്നില്ല. എറണാകുളത്തുള്ളവരാണോ കേരളത്തിലുള്ളവരാണോ അല്ലെങ്കിൽ ഇന്ത്യൻ കോടതികളിലെല്ലാം പോകുന്നവരാണോ എന്ന് പറയുന്നില്ല. ദിലീപിന് വേണ്ടി എല്ലായിടത്തും ഇപ്പം വക്കീലന്മാരുണ്ടല്ലോ.
അവർ പറയുന്നില്ല. വക്കീലന്മാരും ജഡ്ജിമാരും എല്ലാം ഈ വനിതാ വക്കീലിനെ തെറ്റിദ്ധരിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. അത് ദിലീപാണ് കളിക്കുന്നതെന്നാണ്. ദിലീപിൻ്റെ കൂടെയുള്ള വക്കീലും കൂടെ ചേർന്ന് കേരളത്തിലെ മുഴുവൻ വക്കീലന്മാരെയും, കേരളത്തിലെ മുഴുവൻ ജഡ്ജിമാരെയും എന്ന് വേണ്ട ഇന്ത്യയിലെ മുഴുവൻ വക്കീലന്മാരെയും ജഡ്ജിമാരെയും അവർക്കെതിരെ തെറ്റിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. അതിൽ ദിലീപ് വിജയിച്ചോ എന്നവർ പറയുന്നില്ല, പരാജയപ്പെട്ടോ എന്നും പറയുന്നില്ല. കോടതി ക്രിമിനലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നാണ് അവരുടെ അടുത്ത പരാതി. എവിടെയാണ് കോടതി ദിലീപിനെ പ്രൊട്ടക്റ്റ് ചെയ്തത് എന്ന് നിങ്ങൾ പറയൂ. ഇന്ന കേസിൽ കോടതി അല്ലെങ്കിൽ ഹണിയം വർഗീസ് അല്ലെങ്കിൽ ഹൈക്കോടതിയിലുള്ള ജില്ലാ ജഡ്ജി അങ്ങനെ ആരെങ്കിലും ദിലീപിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചെങ്കിൽ പറയണ്ടേ? ഈ അതിജീവിത കേസിന് മുൻപ് ഒരൊറ്റ കേസ് പോലും ഇല്ലാത്ത സംസ്ഥാന അവാർഡ് ജേതാവായ ഒരാളെയാണ് ഈ പെണ്ണുമ്പിള്ള ക്രിമിനൽ എന്ന് വിളിക്കുന്നത് എന്നുള്ളത് ഇത് കാണുന്നവർ ഓർക്കുക. ഇതിൻ്റെ താഴെ ഉറപ്പായിട്ടും എഴുതും ദിലീപിൻ്റെ ഇത് വീണ്ടും കാശ് കിട്ടിക്കാണും, അതുകൊണ്ടാണ് ഇയാൾ ഇത് പറയുന്നതെന്ന് പറഞ്ഞോ. പക്ഷേ സത്യമല്ലാതാവില്ലല്ലോ. അയാൾ ഈ കേസിന് മുമ്പ്, ഈ അതിജീവിതയുടെ കേസിന് മുമ്പ് ഒരൊറ്റ കേസിൽ അയാൾ പ്രതിയല്ല. അങ്ങനെയുള്ള ഒരാളിനെയാണ് ഇവർ ഈ വക്കീൽ ഇങ്ങനെയൊക്കെ പറയുന്നത്. ബഹുമാനപ്പെട്ട നീതിന്യായ കോടതി ദിലീപിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്ന ഗുരുതരമായ ആരോപണം ഇവർ പറയുമ്പോൾ അത് പരമോന്നതമായ കോടതികൾ അതിൻ്റെ മറുപടി അല്ലെങ്കിൽ അവരിൽ നിന്ന് വിശദീകരണം വാങ്ങണ്ടേ? കോടതികളെ ഇങ്ങനെ അപഹസിക്കാമോ? നീതിന്യായ കോടതി അതല്ലേ അവസാന വാക്ക്. ഇനി അതിനെയും കൂടെ പരിഹാസ്യമാക്കണോ എന്നാണ് എനിക്ക് ഈ വനിതാരത്നത്തോട് ചോദിക്കാനുള്ളത്. എന്നിട്ട് പറയുന്നത് വക്കീലന്മാരും ജഡ്ജിമാരും എനിക്കെതിരാകുന്നു എന്നാണ്. അങ്ങനെ ഒരു ജഡ്ജിമാർക്ക്, തൻ്റെ മുന്നിൽ വരുന്ന തെളിവുകൾ വെച്ച് വിധി പറയുന്ന ജഡ്ജിമാർക്ക് ഒരു വക്കീലിനെ വില്ലൻ ആക്കി മാറ്റാൻ പറ്റുമോ? അല്ലെങ്കിൽ ശത്രുവാക്കി കാണാൻ പറ്റുമോ? എനിക്കറിയില്ല. ഞാൻ ഒറ്റയ്ക്കായിപ്പോയി. കോടതി പോലും എന്നെ ഒറ്റപ്പെടുത്തി. രാമൻപിള്ളയെ പോലെ ഒരു പട ശിഷ്യന്മാരുമായി വരുന്ന ആൾക്കാർക്കാണ് അവിടെ പ്രഫറൻസാണ് ഇവർ പറയുന്നത്. ഇപ്പോൾ രാമൻപിള്ളയുടെ കൂടെ 10-15 അസിസ്റ്റന്റുമാർ വരുന്നെങ്കിൽ അത് അദ്ദേഹം അത്രയും വലിയ വീറുള്ള വലിയ കേസുകൾ വാദിക്കുന്ന ആളുണ്ടായിരിക്കുമല്ലോ അദ്ദേഹത്തിന് ശിഷ്യന്മാരെ കിട്ടുന്നത്. ഈ പറയുന്ന വനിതാരത്നത്തിന് അങ്ങനെ ആളുകളെ കിട്ടാതെ പോയത് അവരുടെ പരിമിതി എന്നല്ലേ പറയാം. അതിന് വരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? രാമൻപിള്ള കോടതിയിൽ വരുന്നത് ഒരു പട ശിഷ്യന്മാരുമായിട്ടാണെന്ന്. ഞാൻ 1 രൂപ പ്രതിഫലം വാങ്ങാതെയാണ് ഈ കേസ് നടത്തുന്നത്. ഈ പേരിൽ ഉഗ്രം പിരിവാണ് എന്നാണ് എന്നോട് ചിലർ പറഞ്ഞത്. അതിജീവിതയിൽ നിന്ന് പൈസ വാങ്ങിയില്ല എങ്കിലും ഈ കേസിന് ഒരുപാട് ചിലവുണ്ടെന്ന് പറഞ്ഞ് ചാനലുകളിലും യൂട്യൂബുകളിലും വന്നിരുന്ന് സംസാരിച്ച് നന്നായി പിരിക്കുന്നു എന്ന് പറയുന്നു. സത്യം എനിക്കറിയില്ല. ഒരുപാട് പേര് പറയുന്നു ഈ വക്കീൽ നന്നായിട്ട് കാശ് പിരിക്കുന്നുണ്ട്, അതിജീവിതയുടെ പേര് പറഞ്ഞെന്ന് പറയുന്നു. അത് അന്വേഷിക്കേണ്ടത് അതിജീവിതയാണ്. അതിന് മറുപടി പറയേണ്ടത് ഈ പറയുന്ന വനിതാരത്നവുമാണല്ല, ഞാനല്ല. ആരൊക്കെയോ എന്നെ വിളിച്ച് പറഞ്ഞു. ഫയലിംഗ് എക്സ്പെൻസ് പോലും ഞാൻ വാങ്ങിയിട്ടില്ല. എൻ്റെ പോളിസിയാണത്. അതായത് ഒരു കേസിലും ഫയൽ ചെയ്യാനുള്ളതിൻ്റെ കാശ് പോലും, അതിൻ്റെ ആ സ്റ്റാമ്പ് വാങ്ങുന്നതിൻ്റെ പൈസ പോലും ആരിൽ നിന്നും വാങ്ങാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ പോളിസി എന്നവർ പറയുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആളൂർ വക്കീലിനെ പോലെയാണെന്ന് തോന്നുന്നു. ആളൂർ വക്കീൽ പിന്നെ അങ്ങനെ അല്ലല്ലോ. ആരുമില്ല എന്ന് തോന്നുന്ന കേസുകളിലെല്ലാം ചാടിക്കയറി അങ്ങ് ചെന്ന് ജയിലിൽ ചെന്ന് കണ്ട് ലോക്കപ്പിൽ കിടക്കുന്നവരെ ചെന്ന് കണ്ട് ഞാൻ എടുക്കാം എന്ന് പറഞ്ഞ് വാങ്ങിയിട്ടാണല്ലോ കേസ് എടുക്കുന്നത്. പക്ഷേ പിന്നീട് അദ്ദേഹം ഒരുപാട് കാശ് ചോദിക്കുമെന്നാണ് പറയുന്നത്. എനിക്ക് അതും സത്യം അറിയില്ല. നമ്മൾ ഈ വക്കീലന്മാരുമായിട്ടും പോലീസുകാരുമായിട്ടും വലിയ കമ്പനികളില്ലാത്തതുകൊണ്ടേ ഈ പറച്ചിലുകൾ മാത്രമേ നമുക്ക് അറിയാവൂ. അതിൻ്റെ യാഥാർത്ഥ്യം എന്തെന്ന് എനിക്കറിയില്ല. ഈ സമൂഹത്തിൽ ടോർച്ചറിങ് അനുഭവിച്ച ഒരാളിന് കൊടുക്കുന്ന റെസ്പെക്റ്റാണ് ഞാൻ ഈ കേസിനുള്ള ചിലവിനുള്ള പൈസ വാങ്ങാത്തത് എന്നാണ് അവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ അവരെ ബഹുമാനിക്കുന്നു. കാരണം ഇത്തരം സമൂഹത്തിലെ ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഞാൻ കോർട്ട് ഫീസ് സ്റ്റാമ്പ് വാങ്ങിക്കാനുള്ള പൈസ പോലും വാങ്ങുന്നില്ല എന്നാണ് അവർ നിലപാടെങ്കിൽ അത് ഞാൻ തീർച്ചയായിട്ടും അംഗീകരിക്കുന്നു. വക്കാലത്തിടാൻ പോലും ഞാൻ പൈസ വാങ്ങിയില്ല. ഇതെല്ലാം ചെയ്യേണ്ടിയിരുന്നത് സർക്കാരാണ് എന്ന് പറഞ്ഞ് സർക്കാരിനും കൂടെ ഇട്ട് ഒരു താപ്പ് താക്കുന്നു. പക്ഷേ സർക്കാർ ചെയ്യേണ്ടതെല്ലാം ചെയ്തില്ലേ മാഡം? അതിജീവിത എന്തൊക്കെ പറഞ്ഞോ അതെല്ലാം ചെയ്തു കൊടുത്തില്ലേ? ഈ കേസ് ഒരു വനിതാ ഓഫീസർ അന്വേഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒരു വനിതാ ഓഫീസറെ വെച്ചു കൊടുത്തതാണ് ദിലീപിന് പറ്റിയ ഏറ്റവും വലിയ ക്രൂരത. കാരണം അങ്ങനെയാണ് അതിൻ്റെ പോക്ക്. ഇപ്പം ഞാൻ അവരുമായിട്ട് അങ്കമാലി കോടതിയിൽ തന്നെ ഒരു കേസ് നടക്കുന്നുണ്ട്. ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു എനിക്കൊരു വനിതാ ജഡ്ജി കേസ് കേട്ടാൽ കൊള്ളാമായിരുന്നു. വനിതാ ജഡ്ജിനെ വെച്ചു കൊടുത്തില്ലേ? പക്ഷേ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ 3 വെള്ളിയാഴ്ച കഴിയുമ്പം ഈ വനിതാ ജഡ്ജി വേണ്ട കേട്ടോ, വേറൊരു പുരുഷ ജഡ്ജിനെ കിട്ടുമോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ സർക്കാരിന് പരിമിതി ഉണ്ടാവും അതിന് പറയാൻ. എൻ്റെ മുന്നിൽ വന്ന ഒരു ഫയലിലും, ഇത് ശ്രദ്ധിച്ച് ഇത് കാണുന്നവർ കേൾക്കണം, ഞാൻ പലവട്ടം പറഞ്ഞതാണ്, എൻ്റെ മുന്നിൽ വന്ന ഒരു ഫയലിലും
ദിലീപിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടതൊന്നുമില്ലായിരുന്നു എന്ന് പറഞ്ഞ DGP സെൻകുമാർ. എനിക്ക് അദ്ദേഹത്തോട് ബഹുമാനമൊന്നുള്ള ആളല്ല കേട്ടോ. കാരണം MG കോളേജിൽ അക്രമം തടയാൻ ചെന്ന പോലീസുകാരിൽ ഒരു പോലീസുകാരൻ ഒരു അക്രമിയെ അടിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ സർവീസ് യൂണിഫോം ഇട്ടിരിക്കുന്ന ആ മനുഷ്യൻ്റെ ഉടുപ്പിട്ടിരിക്കുന്ന ബാഡ്ജ് സെൻകുമാർ എന്ന് പറഞ്ഞ DGP എന്ന് പൊട്ടിച്ചു വാങ്ങിച്ചു. അന്ന് മുതൽ എനിക്ക് ആ മനുഷ്യനോട് ബഹുമാനമില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല, പക്ഷേ അയാൾ ചെയ്തു. അവിടേക്കാണ് നമുക്ക് പിണറായി വിജയൻ്റെ ദീർഘവീക്ഷണം മനസ്സിലാവുന്നത്. അന്ന് ആ ബാഡ്ജ് പൊട്ടിച്ചെടുത്തതെന്ന് വെച്ചാൽ ഈ അടിച്ച വിദ്യാർത്ഥി പ്രവർത്തിക്കുന്ന ഒരു ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ വിദ്യാർത്ഥി യൂണിയനാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അന്നേ ഇയാൾ ആ ഒരു ചിന്താഗതി നടക്കുന്നവനാണെന്ന് കണ്ടുകൊണ്ടാണ് പിണറായി മാറ്റി നിർത്തിയത്. മാറ്റി നിർത്തിയപ്പോൾ എനിക്ക് തോന്നി, അയ്യോ ഇത്ര എഫിഷ്യൻ്റായ ഒരു DGPയെ മാറ്റി നിർത്താമെന്നൊക്കെ. 3 വെള്ളിയാഴ്ച കഴിഞ്ഞ് അങ്ങനെ പെൻഷനായപ്പോഴാണ് മനസ്സിലായത് പിണറായി എത്ര ദീർഘവീക്ഷണത്തോടെ കണ്ടുവന്നു. അതുപോട്ടെ, ആ സെൻകുമാർ സാർ പറയുകയാണ്, എൻ്റെ മുന്നിൽ വന്ന ഒരു ഫയലിലും ദിലീപിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടതൊന്നുമില്ലായിരുന്നു. അങ്ങനെ പറഞ്ഞ് അറസ്റ്റ് ചെയ്യാൻ സമ്മതിക്കാത്ത സെൻകുമാർ സാർ പെൻഷനായതിൻ്റെ പിറ്റേ ദിവസമാണല്ലോ ADGP എന്താ പറയുക ദിലീപിനെ പിടിച്ചകത്തിട്ടത്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ഈ കേസിൽ എന്തെല്ലാം കളികൾ നടന്നു എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ജയിലിൽ കിടക്കുന്നവൻ പോലീസുകാരൻ്റെ ഫോണിൽ നിന്നും ദിലീപിനെ വിളിച്ചിട്ട് എടുക്കാതെ പോയപ്പോൾ എന്നാൽ പിന്നെ നാദർഷയെ വിളിക്കാമെന്ന്. ഈ നമ്പരൊക്കെ എവിടെ നിന്നുള്ളതാണ്. കാരണം അവന് കാണാപ്പോടോ അങ്ങനെ മെമ്മറിയിൽ സൂക്ഷിക്കാൻ കഴിയില്ലോ. ദിലീപിൻ്റെ നമ്പർ, അപ്പുണ്ണിയുടെ നമ്പർ, അനൂപിൻ്റെ നമ്പർ ഒക്കെ സൂക്ഷിക്കാൻ പറ്റും ഇല്ലല്ലോ. പക്ഷേ അവൻ നമ്പർ കൃത്യമായി അപ്പോൾ പോലീസുകാർ കൊടുത്ത് വിളിപ്പിച്ചതാണെന്നുള്ളത് 100% സത്യമാണ്. കോമൺ സെൻസ് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ജയിലിൽ കിടന്നുകൊണ്ട് ദിലീപിനെ വിളിച്ചപ്പോൾ ദിലീപ് ഫോൺ എടുക്കുന്നില്ല, നേരെ നാദർഷായെ വിളിക്കുന്നു. നാദർഷായെ വിളിച്ചിട്ട് പറയുകയാണ്, ദിലീപ് ഏട്ടൻ 1.5 കോടി തന്നില്ല എങ്കിൽ 2 കോടി തരാൻ ആളുണ്ട്, ഞാൻ ആ 2 കോടി വാങ്ങിയിട്ട് ദിലീപ് ഏട്ടൻ്റെ തലയിൽ ഈ കേസ് വച്ചു കൊടുക്കും എന്ന് പറയുന്നു. അപ്പോഴേക്കും ഇവിടെ പുതിയ DGP എത്തി, ലോക്നാഥ് ബെഹ്റ സാർ. ഈ വിവരം ബെഹ്റ സാറിനെ അറിയിക്കുന്നു. ബെഹ്റ സാറിനെ അറിയിക്കുമ്പോൾ അത് റെക്കോർഡ് ചെയ്യണം, ഇനിയും വിളിക്കും അവൻ. അത് റെക്കോർഡ് ചെയ്ത് തരാൻ പറഞ്ഞ് റെക്കോർഡ് ചെയ്ത് കൊടുത്തു. ആ റെക്കോർഡ് ചെയ്ത് കൊടുത്ത് 1.5 കോടി ദിലീപേട്ട നിങ്ങൾ തന്നില്ലെങ്കിൽ 2 കോടി തരാൻ വേറെ ആളുണ്ട്, ആ 2 കോടി വാങ്ങിച്ചിട്ട് ഞാൻ നിങ്ങളുടെ തലയിൽ വയ്ക്കുമെന്ന് പറഞ്ഞത് ഈ നേരം വരെ അന്വേഷിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ. അന്വേഷിച്ചിട്ടില്ല. കാരണം അതിൻ്റെ ആവശ്യമില്ല. ദിലീപിനെ ഒരു ADGP മഹിള പിടിച്ച് അകത്തിട്ടിട്ട് അതിജീവിതയ്ക്ക് അനുകൂലമായതിനാലല്ലേ അവരത് ചെയ്തത്? അതോ അതിജീവിതയ്ക്ക് എതിരായതുകൊണ്ടാണോ ആ ADGP മഹിള അത് ചെയ്തത്? 3 PP സർക്കാർ വെച്ചു കൊടുത്തു. പബ്ലിക് പ്രോസിക്യൂട്ടർമാരെ 3 പേരെ വെച്ചു കൊടുത്തു. 2 പേര് രാജിവെച്ചു. ഇപ്പോൾ 3ാമത്തെ PP ഞാൻ പറയണ്ടല്ലോ. ചാനലുകളിലെല്ലാം ചെന്നിരുന്ന് ദിലീപിന് തൂക്കുകയർ വാങ്ങിച്ചു കൊടുക്കണം എന്ന് വാദിച്ചിരുന്ന ആൾക്ക് പ്രത്യുപകാരം പോലെയാണല്ലോ സർക്കാർ PP ആക്കിയത്. എന്നിട്ട് അതൊരു കുറഞ്ഞ നിയമനം പോലുമല്ല, വലിയ നിയമനമല്ലേ. അതിജീവിത കേസിനായി കാശ് ചെലവഴിക്കുന്നതിനോട് നമ്മുടെ വക്കീലിന്, ഈ പറഞ്ഞ വനിതാ വക്കീലിന് യോജിപ്പില്ല എന്നാണ് പറയുന്നത്. സർക്കാർ നൽകുന്ന പ്രഗത്ഭരായ വക്കീലന്മാർ പോരാ, എനിക്കിഷ്ടമുള്ളവരെ ഞാൻ വയ്ക്കും എന്ന് പറഞ്ഞാൽ തടയിടാൻ വകുപ്പില്ലല്ലോ മാഡം എന്നാണ് എനിക്കതിന് മറുപടി പറയാനുള്ളത്. ഹൈക്കോടതി എൻക്വയറി നടത്താൻ ഓർഡർ ഇട്ടു, നടത്തി. റിപ്പോർട്ട് ചോദിച്ചിട്ട് തരുന്നില്ല എന്നാണ് ഇപ്പോൾ ഈ വനിതാ വക്കീൽ പറയുന്നത്. വിക്ടീമിനോട് ചെയ്യുന്ന വലിയ ക്രൂരതയാണിതെന്നാണ് പറയുന്നത്. ആ റിപ്പോർട്ട് തരാത്തത് അതാണോ ഈ കേസിലെ മെറിറ്റ്? അവരോട് തന്നെ ഹൈക്കോടതി ചെല്ലണ്ടേ? മെമ്മറി കാർഡ് ചോർന്നതിൻ്റെ റിപ്പോർട്ടിനായി ഫൈറ്റ് ചെയ്യണം എന്നതാണ് ഒരു പ്രയാസം. മെമ്മറി കാർഡ് ചോർന്നതിൻ്റെ റിപ്പോർട്ടിന് വേണ്ടി ഫൈറ്റ് ചെയ്യണം. നമ്മൾ നിയമ വഴി പോകുമ്പോൾ നിയമങ്ങളുടെ എല്ലാ സാധ്യതകളും നോക്കണ്ടേ? ഈ കേസ് നടത്തുന്നതിലൂടെ നല്ല മൈലേജ് അല്ലേ മാഡം നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് ഞാൻ ചോദിക്കും. ഇങ്ങനൊരു വക്കീലുണ്ടെന്ന് ആർക്കെങ്കിലും അറിയാമായിരുന്നു? ഈ ദിലീപിൻ്റെ കേസിൻ്റെ ബാധ്യഭാഗത്ത് ഇരിക്കുന്ന കേസ് ഏറ്റെടുത്തപ്പോഴല്ലേ ഇങ്ങനൊരു വക്കീൽ കേരളത്തിലുണ്ടെന്ന് അറിഞ്ഞത്. ഞാൻ അറിഞ്ഞത് എന്തായാലും അങ്ങനെയാണ്, മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല. അതുപോലെ തന്നെ നല്ല മൈലേജ് കിട്ടി എന്ന് മാത്രമല്ല, ചാനലുകളെല്ലാം വിളിച്ചിരുത്തി നിങ്ങളെ സംസാരിപ്പിക്കുന്നില്ലേ? നികേഷ് കുമാർ മാത്രം എത്ര ദിവസമായിട്ട് മൈക്കും വെച്ചുകൊണ്ടിരിക്കുന്നു. വരൂ മാഡം നമുക്ക് ചർച്ച ചെയ്യാം, ദിലീപിനെ തൂക്കുകയർ വാങ്ങിച്ചു കൊടുക്കാനുള്ള ചർച്ച നടത്താമെന്ന് പറഞ്ഞ് നികേഷ് ഇരിക്കുന്നില്ലേ? എനിക്ക് നികേഷിനോടുള്ള ഏക ബഹുമാനക്കുറവ് അതാണ്. ഞാൻ എന്ത് കാര്യത്തോടെ കണ്ടിരുന്ന ആളെന്നറിയാം. മെമ്മറി കാർഡ് ചോർന്നതിൻ്റെ റിപ്പോർട്ടിനായി സീനിയർ വക്കീലിനെ വയ്ക്കേണ്ടി വന്നു എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ജൂനിയറായി ഇവർ വാദിച്ചാൽ ജയിക്കില്ല എന്നുണ്ടപ്പോൾ സീനിയർ വക്കീലിനെ വെച്ചുകൊടുത്തു എന്ന് അവർ തന്നെ പറയുന്നു. മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂവിൻ്റെ ആ റിപ്പോർട്ടിന് വേണ്ടി അത്രയും പ്രഗത്ഭയാണ്. കാരണം ഞാൻ വാദിച്ചാൽ പൊളിഞ്ഞു പോകുന്നുള്ളതുകൊണ്ട് ഞാൻ സീനിയർ വക്കീലിനെ വെച്ചു കൊടുത്തു എന്നാണ് അവർ പറയുന്നത്. അതൊക്കെ വേണ്ടി വരും. നമ്മൾ തോൽക്കുമെന്ന് സ്വയം തോന്നിയാൽ മിടുക്കന്മാരെ വയ്ക്കണം, അതിലൊരു തെറ്റുമില്ല എന്നാണ് എൻ്റെ പക്ഷം. അച്ഛനൊരു കുട്ടിയെ, അവർ പറയുന്ന ഒരു കാര്യം കേട്ടുള്ളൂ, അച്ഛനൊരു കുട്ടിയെ റേപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ഈ സൊസൈറ്റിയിൽ അത്രയും ബാക്ക്വേർഡ് ചിന്താഗതിയുള്ള ആളുകൾക്ക് ചെയ്യാവുന്ന കാര്യമാണ്
എനിക്കറിയില്ല അങ്ങനെ ചിന്തിക്കാൻ പറ്റുമെന്ന്. സ്വന്തം കുട്ടിയെ റേപ്പ് ചെയ്യാൻ പറ്റുമെന്ന മാനസികാവസ്ഥയുള്ള അച്ഛന്മാരാണ് ഇവിടെ ഉള്ളത്. അങ്ങനത്തെ ഒരു ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയാണ് ഇവിടെ ഉള്ളതെന്ന് ഇവരെന്തുകൊണ്ട് പറയുന്നതെന്ന് എനിക്കറിയില്ല. അതിനേക്കാൾ ക്രൂരതയാണ് ആ കേസ് ഏൽപ്പിക്കുന്ന പ്രോസിക്യൂട്ടറും. പ്രോസിക്യൂട്ടർ, നിങ്ങൾ ആലോചിച്ച് നോക്ക്, പ്രോസിക്യൂട്ടറും കേസ് അന്വേഷിച്ച പോലീസുകാരും ആ കുട്ടിയെ റേപ്പ് ചെയ്താൽ ഉണ്ടാകുന്നത്. അതായത് സ്വന്തം അച്ഛൻ റേപ്പ് ചെയ്യുന്നതിനേക്കാൾ ക്രൂരതയല്ലേ ആ കേസ് അന്വേഷിക്കുന്ന പ്രോസിക്യൂട്ടറും ആ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥരായ പോലീസുകാരും ആ കുട്ടിയെ റേപ്പ് ചെയ്യുന്നതെന്നാണ് അവർ ചോദിക്കുന്നത്. എന്തിനാണ് ഈ ഉദാഹരണം പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഇങ്ങനെയെല്ലാം പറഞ്ഞാൽ ഏത് പ്രോസിക്യൂട്ടർമാരും ഏത് വക്കീലന്മാരും ഈ മഹിള മണിയോടൊപ്പം നിൽക്കുമെന്ന് അവർ സ്വയം ആലോചിക്കുന്നതാണ് നല്ലത്. ഇതുപോലൊരു സംഗതിയാണ് നമ്മൾ വിശ്വസിച്ച കോടതിയിലെ മെമ്മറി കാർഡ് ചോർന്നത്. സ്ത്രീകളുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്, ഒരുപാട് വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. സ്ത്രീകളുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്, അതിനെ കാണുന്നൊരു വ്യൂസിൻ്റെ ഒരു പ്രശ്നമുണ്ട് അത്രേ എന്നാണ് അവർ പറയുന്നത്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സ്ത്രീക്ക് മാത്രമല്ല മാഡം, പുരുഷനും ഫണ്ടമെൻ്റൽ റൈറ്റ് ഇല്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കോടതിയിൽ ലിംഗവ്യത്യാസം ഇല്ലല്ലോ. അവർ പറയുന്നത് സ്ത്രീകൾക്ക് മാത്രമായിട്ട് ഫണ്ടമെൻ്റൽ റൈറ്റ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഈ മഹിളാമണിയായ ഈ വക്കീലിന് അച്ഛനും ഭർത്താവും മകനും മരുമകനും സഹോദരനും ഒക്കെ കാണില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഒരുമാതിരി പുരുഷ വിരോധികളെ പോലെയാണ് അവർ സംസാരിക്കുന്നത്. വിക്ടീമിനെയാണ് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യേണ്ടത്. വിക്ടീം അത് ആണാവട്ടെ പെണ്ണാവട്ടെ എന്നേ, വിക്ടീമിനെ തന്നെയാണ് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യേണ്ടത്. അവർക്ക് നീതി കൊടുക്കുക എന്നതാണ് കോടതി ചെയ്യേണ്ടത്. നീതി കൊടുക്കുക എന്നുള്ളതല്ല, വിക്ടീമിനെന്നല്ല, ആർക്കുമല്ല, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, ജഡ്ജിയുടെ മുന്നിൽ വരുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, വാദപ്രതിവാദങ്ങളുടെ അടിസ്ഥാനത്തിൽ ശരിയേത് തെറ്റേത് എന്ന് നോക്കിയിട്ട് ശിക്ഷ വിധിക്കലാണ് ആവശ്യം. അല്ലാതെ സ്ത്രീ ആയതുകൊണ്ട് അവർക്ക് അനുകൂലമായി വിധിക്കണ്ടേ, പുരുഷനായതുകൊണ്ട് വിധിക്കാൻ പാടില്ല, അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ഞാൻ ഈ കേസ് കൊടുത്തപ്പോൾ എല്ലാ ജഡ്ജിമാരുടെയും വക്കീലന്മാരെയും എനിക്കെതിരെ തിരിക്കാനാണ് ദിലീപും ദിലീപിൻ്റെ വക്കീലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊരു വങ്കൻ വർത്തമാനം നിലച്ചോക്കി. അതായത് അതിജീവിതയുടെ കേസ് ഈ വനിതാ വക്കീൽ ഏറ്റെടുത്തോടുകൂടി ഇവിടെ സുപ്രീം കോടതി വിടാം, ഹൈക്കോടതിയിലെയും ജില്ലാ കോടതിയിലെയും മറ്റേ താഴ്ന്ന കോടതിയിലെയും ഒക്കെ എന്താ പറയുക, വക്കീലന്മാരെയും ജഡ്ജിമാരെയും ഒക്കെ ഇവർക്കെതിരെ ദിലീപും ദിലീപിൻ്റെ വക്കീലും, പിന്നെ രാമപിള്ള സാറിന് ഇതല്ലേ ജോലി, രാവിലെ അഴിച്ച് ബ്രെയിൻ വാഷ് ചെയ്യലല്ലേ ജോലി. മജിസ്ട്രേറ്റിൻ്റെയും ജഡ്ജിയുടെയും വക്കീലന്മാരെയും ചീത്ത പറഞ്ഞിട്ട് അവർ പിന്തുണ നൽകണമെന്ന് പറയുന്നത് ഇരട്ടത്താപ്പല്ലേ മാഡം എന്നാണ് ഈ ചോദ്യത്തിന് എനിക്ക് ചോദിക്കാനുള്ള മറുപടി. കോടതിയെ ഞാൻ മോശമാക്കുന്നു എന്ന നിലയിൽ കാണുന്നു, പക്ഷേ അങ്ങനെ അല്ല. കമാൽ പാഷ, ഇവർക്കറിയാമോ എന്ന് എനിക്കറിയില്ല, കമാൽ പാഷ എന്ന് പറയുന്ന റിട്ടയർഡ് ജസ്റ്റിസ് പറഞ്ഞത്, സുപ്രീം കോടതി ജസ്റ്റിസ് ആയിട്ട് ഹണിയം വർഗീസിന് ഒരു ജോലി കൊടുക്കാമെന്ന് പറഞ്ഞാൽ പോലും പക്ഷപാതപരമായി പെരുമാറില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ ഞങ്ങൾ ഈ കേസൊന്ന് ഫേവർ ചെയ്ത് വിധി പറഞ്ഞാൽ സുപ്രീം കോടതി ജഡ്ജിയാക്കുക എന്ന് പറഞ്ഞാലും ഹണിയം വർഗീസ് വീഴില്ല. കാരണം എൻ്റെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിരുന്ന കാലത്ത് അവരുടെ അച്ഛൻ തൃശ്ശൂർ ജില്ലാ മാസ്റ്റർ പാർട്ടിയുടെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേസുകൾ വരുമ്പോൾ അതിലുള്ള പ്രതികൾക്ക് അനുകൂലമായി അവർ വിധിക്കാറുണ്ടോ എന്ന് ഞാൻ പലവട്ടം പരിശോധിച്ചിട്ട് ഒരു കേസിൽ പോലും ന്യായമല്ലാതെ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ ആളാണ് കമാൽ പാഷ. ഞാൻ പറയുന്ന അദ്ദേഹമൊക്കെ പറയുന്ന അതിനപ്പുറം പറയാനൊന്നും ഈ വനിതാ വക്കീലായില്ല എന്ന് ഞാൻ പറയും. പക്ഷേ നമ്മുടെ വക്കീൽ മഹതി പറയുന്നത് അങ്ങനെ അല്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ സർക്കാർ പോലും അവസാനം സുപ്രീം കോടതിയല്ലേ സമീപിക്കുന്നത്, അതുപോലെ നമ്മളും സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വരും എന്നാണ് അവർ പറയുന്നത്. ഞാൻ ഇതുവരെ ഒരു കോടതിക്കെതിരെയും സംസാരിച്ചിട്ടില്ല. ഇത്രയും നേരം പറഞ്ഞിട്ട് പറയുകയാണ്, ഞാൻ ഇതുവരെ ഒരു കോടതിക്കെതിരെയും സംസാരിച്ചിട്ടില്ല. ഒരു കേസിലെ പ്രധാന തെളിവ് മെമ്മറി കാർഡാണ്. ചിത്രീകരിച്ച ഫോൺ കണ്ടെടുത്തിട്ടില്ല. അപ്പം തന്നെ തീർന്നില്ലേന്നേ. മെമ്മറി കാർഡും വെച്ചുകൊണ്ടാണ് കളിക്കുന്നത്. ആ മെമ്മറി കാർഡ് പോലും ഡ്യൂപ്ലിക്കേറ്റ് എന്നാണ് പറയുന്നത്, ഏതൊരു വക്കീലന്മാർ കൊണ്ടു കൊടുത്തത്. പക്ഷേ ആ ഫോൺ എവിടെ, അവൻ പൾസർ കാണിച്ചു കൊടുത്ത് എവിടെയൊക്കെയോ പാവം പോലീസുകാർ മുങ്ങിത്തപ്പി. കാണുന്ന ഘട്ടങ്ങളിലൊക്കെ പരിശോധിച്ചു, പക്ഷേ ഒരിടത്തൊന്നും അത് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു. 2 വക്കീലന്മാർ നശിപ്പിച്ചു എന്ന് പറയുന്നു, അവരുടെ അസിസ്റ്റൻ്റുമാർ നശിപ്പിച്ചു എന്ന് പറയുന്നു. നശിപ്പിച്ചതിൻ്റെ തെളിവ് എവിടെയെന്ന് ചോദിച്ചപ്പോൾ അതില്ല എന്ന് പറയുന്നു. എന്നിട്ടാണ് ഒരു ഡ്യൂപ്ലിക്കേറ്റ് സിം കാർഡ് കിട്ടിയതിനെക്കുറിച്ച്, അല്ലെങ്കിൽ ഈ പറഞ്ഞ മെമ്മറി കാർഡ് കിട്ടിയതിനെക്കുറിച്ചാണ് ഈ വക്കീൽ സംസാരിക്കുന്നത്. ചിത്രീകരിച്ച ഫോൺ കണ്ടെടുത്തിട്ടില്ല. ഈ കുട്ടിയെ റേപ്പ് ചെയ്തിട്ട് വീഡിയോയിൽ പകർത്തി അത് വിറ്റിട്ട് അത് വച്ചിട്ട് ബ്ലാക്ക് മെയിൽ നടത്തി ഈ കുട്ടിക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റാത്ത ക്രൂരതയാണ് ചെയ്തത് എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്രൂരത തന്നെയാണ്. ആ ഷൂട്ട് ചെയ്ത ഫോൺ വക്കീലന്മാർ കൊടുത്തില്ല. ഞാൻ പറയല്ല, അവരാണ് പറയണേ.
നശിപ്പിച്ച് കളഞ്ഞു എന്ന് ഞാനിപ്പോഴും വിശ്വസിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ അത് കോടതി പറഞ്ഞാൽ പോരെ? അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ പറഞ്ഞിട്ട് ആ ഫോൺ ഏത് വക്കീലിൻ്റെ കയ്യിലാണ് ഇരുന്നത് ആ വക്കീലന്മാരെ പിടിച്ചാൽ പോരെ? പിടിച്ച് നന്നായിട്ട് ക്വസ്റ്റ്യൻ ചെയ്താൽ വീണ്ടും ക്വസ്റ്റ്യൻ ചെയ്താൽ ചിലപ്പോൾ ആ ഫോൺ കിട്ടില്ലേ മാഡം? അവരത് കൊടുത്തില്ല. ആര് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തോന്നും ദിലീപിൻ്റെ വക്കീൽ കൊടുത്തില്ലെന്ന്. അങ്ങനെയല്ല. ഈ പൾസർ സുനി സൂക്ഷിക്കാൻ കൊടുത്ത വക്കീലന്മാർ ഫോൺ കൊടുത്തില്ല എന്നാണ് അവർ പറയുന്നത്. ഹൈക്കോടതിയിൽ നിന്നും അവർക്ക് ഡിസ്ചാർജും കിട്ടി, അവരെ കേസിൽ നിന്ന് ഊരിയും വിട്ടു. സ്വാഭാവികമായും ആ കേസിൻ്റെ അന്വേഷണത്തിൽ പ്രശ്നമായി നിൽക്കുന്ന കാര്യമാണത് എന്ന് കാര്യമായിട്ട് തന്നെ അവർ പറയുന്നു. ഭാഗ്യമെന്നേ പറയണ്ടു, ആലുവയിലെ 2 അഡ്വക്കേറ്റ്സ് ഈ സിം കോടതിയിൽ ഹാജരാക്കി. അതും അവരുടെ പ്രൊഫഷണൽ എത്തിക്സ് ആണ് എന്നാണ് അവർ പറയുന്നത്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളെ അല്ല. യഥാർത്ഥ ഫോൺ കിട്ടിയില്ല, നശിപ്പിച്ചില്ലേ എന്നറിയില്ല. യഥാർത്ഥ മെമ്മറി കാർഡ് കിട്ടിയില്ല, നശിപ്പിച്ചില്ലേ എന്നറിയില്ല. ഒരു ഡ്യൂപ്ലിക്കേറ്റ് കാർഡ് കൊറിയറിൽ എന്താ അയച്ചു കൊടുത്തതാണ് എത്തിക്സ് എന്നാണ് ഇവർ പറയുന്നത്. ആ മെമ്മറി കാർഡാണ് നമ്മുടെ ഏക തെളിവ്. വിഷ്വൽ കറക്റ്റായിട്ടുള്ള ഒരു മെമ്മറി കാർഡാണെന്ന് അവർ പറയുന്നത്. അപ്പോൾ ഇവർ കണ്ടിട്ടുള്ളതുകൊണ്ടാണല്ലോ ഇവർ പറയുന്നത്. നല്ല വിഷ്വലൊക്കെ നല്ല കൃത്യമായി കാണാൻ കഴിയുന്ന രീതിയിലുള്ള മെമ്മറി കാർഡാണെന്ന് ഇവർ പറയുന്നു. ആ കാർഡാണ് പോലീസ് എടുത്ത് മാർക്ക് ചെയ്തത് ആലുവ കോടതിയിൽ സൂക്ഷിച്ചത്. ആലുവ കോടതിയിൽ അങ്കമാലി കോടതി ജഡ്ജ് അന്ന് ലീവായിരുന്നു, അതുകൊണ്ടാണ് ആലുവ കോടതി കൊടുത്തത്. പിന്നെ ആ കാർഡ് ഫോറൻസിക്കിൽ അയച്ചു. അതാണ് ഒറിജിനൽ. നമ്മൾക്ക് കിട്ടുന്നത് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് മിറർ കോപ്പി എന്നാണ് അവർ പറയുന്നത്. മിറർ കോപ്പി തെളിവിൻ്റെ ആവശ്യത്തിനായിട്ട് കോടതിയിൽ കൊടുത്തിരിക്കുന്നു. ഈ മെമ്മറി കാർഡ് ഈ കേസിൻ്റെ ഒരു ഘട്ടത്തിലും എവിഡൻസ് എടുക്കുമ്പോഴല്ലാതെ നോക്കേണ്ട കാര്യമില്ല. ഇത് കോടതിക്ക് നോക്കാനുള്ള റൈറ്റുമില്ല. സ്റ്റാഫിന് നോക്കാൻ ഒരിക്കലും റൈറ്റില്ല എന്നവർ പറയുന്നു. അതൊക്കെ ശരിയാണ്. എവിഡൻസ് സമയത്ത് പ്രോസിക്യൂഷൻ വിക്ടിമിനെ കാണിച്ച് മാർക്ക് ചെയ്യാൻ മാത്രമേ ഇതെടുക്കാവൂ എന്നാണ് അവർ പറയുന്നത്. എക്സ്പെർട്ടിനെ കൊണ്ടുവരുമ്പോൾ എക്സ്പെർട്ടിനോട് ചോദിച്ച് മാർക്ക് ചെയ്യാൻ മാത്രമേ ഉപയോഗിക്കാവൂ. ഇത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. സുരക്ഷിതമായ സ്ഥലത്ത് സൂക്ഷിക്കുന്ന മെമ്മറി കാർഡ് കോടതിക്ക് കാണണം എന്നാണ് ജഡ്ജി പറയുന്നതും പ്രതിഭാഗം വക്കീലന്മാർ പറയുന്നതും. അത് അവരുടെ കാര്യമാണ്. കേസ് വിധി പറയേണ്ട ജഡ്ജ് പെൻഡ്രൈവിലുള്ളത് കാണണോ സൂക്ഷിച്ചിരിക്കുന്ന മെമ്മറി കാർഡ് കാണണോ എന്ന് അവരാണ് തീരുമാനിക്കാൻ. പക്ഷേ ഇവർ പറയുന്നത് അവർ കാണണമെന്ന് വാശി പിടിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ റൈറ്റ് ഇല്ല എന്നവർ പറയുന്നു. റൈറ്റ് ഉണ്ട് എന്ന് ഞാൻ പറയും. കാരണം സുപ്രീം കോടതിയുടെ വിധിയുണ്ട്. ഇത്തരം ഒരു സംഭവം നടന്നാൽ അത് കാണാൻ അതിൽ പ്രതിഭാഗം നിൽക്കുന്ന ആൾക്കാർക്കും പ്രതിഭാഗം നിൽക്കുന്ന ആൾക്കാരുടെ വക്കീലന്മാർക്കും ജഡ്ജിക്കുമൊക്കെ കാണാൻ അവകാശമുണ്ട് എന്ന് സുപ്രീം കോടതി വിധിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിവരമുള്ള വക്കീൽ പറഞ്ഞത്. വിഷ്വൽ പരിശോധിക്കണമെങ്കിൽ 2 പെൻഡ്രൈവിൽ എടുത്തിട്ടുണ്ട്. ഒന്ന് ജഡ്ജിക്കും ഒന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനും കൊടുത്തിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത്, പിന്നെ ഇത്ര റിസ്ക് എടുത്ത് ഈ മെമ്മറി കാർഡ് എടുത്ത് കാണണം തരുന്നേ? പെൻഡ്രൈവ് അങ്ങോട്ട് കുത്തിയിട്ട് കണ്ടാൽ പോരെ? അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. വിഷ്വൽ പരിശോധിക്കുകയാണെങ്കിൽ പെൻഡ്രൈവിൽ പരിശോധിക്കാം. മെമ്മറി കാർഡ് ഡോക്യുമെൻ്റ് ആയതുകൊണ്ട് പരിശോധിക്കാൻ പാടില്ല. നിങ്ങൾക്ക് അതേ സാധനം പെൻഡ്രൈവിൽ കിട്ടുന്നുണ്ടല്ലോ എന്നാണ് പറഞ്ഞത്. അപ്പോൾ പെൻഡ്രൈവ് കിട്ടുമെങ്കിൽ ആരെങ്കിലും നിയമം തെറ്റിച്ചുകൊണ്ട് മെമ്മറി കാർഡ് പരിശോധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 5000 ചില്ലുവാനം മെമ്മറി കാർഡുകൾ സൂക്ഷിച്ചിരിക്കുന്ന ഒരിടത്തുനിന്ന് ഒരു കാർഡ് പരിശോധിക്കാൻ എടുത്താൽ മുഴുവൻ കാർഡുകളുടെയും ഹാഷ് വാല്യൂ തെറ്റുമെന്നാണ് എന്നോട് വിവരമുള്ള ഒരാൾ പറഞ്ഞത്. ഇനി ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല. ഡോക്യുമെൻറ്റുകളാവുമ്പോൾ കാണാനും കൊടുക്കാനും റൈറ്റ് ഉണ്ട്. അതും അവർ തന്നെ പറയുന്നു. സുപ്രീം കോടതിയാണ് പറഞ്ഞത് കോപ്പി തരില്ല, പക്ഷേ കാണാൻ റൈറ്റ് ഉണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥർ, പ്രോസിക്യൂട്ടർ, ജഡ്ജി മുതലായവരും പ്രതിപ്പട്ടികയിലെ 8 പേരും അവരുടെ വക്കീലന്മാരുമാണ് ഈ വിഷ്വൽസ് കണ്ടത്. പെൻഡ്രൈവിൽ കാണാം, മെമ്മറി കാർഡിൽ കാണാൻ പാടില്ല എന്ന വിചിത്രമായ ന്യായമാണ് ഈ പറഞ്ഞ വനിതാ വക്കീൽ പറയുന്നത്. ട്രയൽ കോടതിയിലെ ഉദ്യോഗസ്ഥൻ ഒരു താജുദ്ദീൻ ഇത് കണ്ടു എന്നാണ് അവർ പറയുന്നത്. അയാൾക്ക് കാണാൻ റൈറ്റ് ഇല്ല. അയാൾ കണ്ടു എന്നുള്ളതിന് തെളിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാളുടെ പേരിൽ നടപടി വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. സ്റ്റാഫിന് മാത്രമല്ല ഹെഡിനും ഇതിൽ ഉത്തരവാദിത്വം ഉണ്ടെന്നാണ് പറഞ്ഞത്. അതായത് താജുദ്ദീൻ കണ്ടെങ്കിൽ ഹണിയം വർഗീസിന് ഉത്തരവാദിത്വമുണ്ട് എന്നാണ് അവർ പറഞ്ഞത്. അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. കോടതി കണ്ട കാര്യം മറച്ചു വച്ചു. ഇൻവെസ്റ്റിഗേഷനായി ഫോർവേഡ് നോട്ട് മറച്ചു വച്ചു. ആര്? ഹണിയം വർഗീസ് മറച്ചു വെച്ചു എന്നാണ് ഈ വനിതാ മാഡം പറയുന്നത്. ഞാനാണ് ശരിയെന്ന് കോടതി അംഗീകരിച്ചു. ജുഡീഷ്യറിക്ക് അപമാനമാണ് ഈ കോടതി. അണ്ടർലൈനിട്ട് കേൾക്കണം. വിധി പറയാൻ പോകുന്ന കോടതിയെ പറയുകയാണ് ജുഡീഷ്യറിക്ക് അപമാനമാണ്. ഹണിയം വർഗീസ് ഇരിക്കുന്ന കോടതി ജുഡീഷ്യറിക്ക് അപമാനമാണെന്ന് പറയുന്ന ഒരു വക്കീലാണ് വാദിഭാഗത്തിന് വേണ്ടി വാദിക്കുന്നത്. എന്നിട്ട് പറയുകയാണ് എനിക്ക് നീതി കിട്ടുന്നില്ല, എന്നെ ജഡ്ജി പരിഗണിക്കുന്നില്ല എന്ന് പറയുന്നത്. ആ ചെയ്ത തെറ്റുകൾ മുഴുവൻ
കോടതി ഏറ്റുപറയണം. ഏത് തെറ്റുകൾ ചെയ്തു എന്ന് നിങ്ങൾ തെളിയിക്കുക. അപ്പോഴല്ലേ ഹണിയും വർഗീസ് നിങ്ങൾക്ക് മാപ്പ് പറയേണ്ട കാര്യമുള്ളൂ. ജുഡീഷ്യറിക്ക് അവമതിപ്പുണ്ടാക്കി, ഹൈക്കോടതിക്ക് അവമതിപ്പുണ്ടാക്കി. മഹേഷ് മോഹൻ എന്ന ക്ലർക്ക് രാത്രി 11 മണിക്ക് ഈ കാർഡ് ഉപയോഗിച്ചു. 1 വർഷം ചെസ്റ്റിൽ നിന്നും മാറ്റി ഉപയോഗിച്ചു. ഇവർ പറയുന്നതെല്ലാം ഗുരുതരമായ ആരോപണങ്ങളാണ്. ഇങ്ങനെയുള്ള ആരോപണങ്ങൾ കിട്ടിയാൽ എന്തുകൊണ്ടാണ് പോലീസ് അന്വേഷിക്കാത്തത്? എങ്ങനെയെങ്കിലും ദിലീപിനെ കുരുക്കാൻ നടക്കുന്നവർ. പക്ഷേ ഇതിൽ ദിലീപ് ഇല്ല, അതാണ് പ്രശ്നം. ഇതൊരു ജഡ്ജിയെക്കുറിച്ചാണല്ലോ ഈ പറയുന്നത്, ഏതൊരു ജില്ലാ ജഡ്ജിയെക്കുറിച്ചാണ് പറയുന്നത്. ഹണിയം വർഗീസിനെ കുറിച്ച് പോലും അല്ല, അതാണ് സത്യം. പക്ഷേ നമുക്ക് കേൾക്കുമ്പോൾ തോന്നും ഈ വനിതാ വക്കീൽ പറയുന്നത് മുഴുവൻ ദിലീപിനെയും ഹണിയം വർഗീസിനെയും ആണെന്ന് തോന്നും. അല്ല, അവർ പറയുന്നത് ജില്ലാ ജഡ്ജായ ഒരാളിനെ കുറിച്ചാണ് അവരിത് പറയുന്നത്. പേഴ്സണൽ കസ്റ്റഡിയിൽ വച്ചുകൊണ്ട് നടന്നു. ആര്? ഈ മഹേഷ് മോഹൻ. അങ്ങനെ കൊണ്ടു നടക്കാൻ പറ്റുന്നൊരു സാധനമാണോ? ആരെങ്കിലും എന്താ പറയുക, ഒരു ബോംബ് കഷത്ത് വെച്ചിട്ട് നടക്കുമോ? അവർ പറയുന്നത് 1 വർഷം കയ്യിൽ വച്ചിരുന്നു, അത് ഇല്ലീഗലാണ് എന്നാണ് പറയുന്നത്. അന്ന് ജില്ലാ ജഡ്ജി ആയിരുന്ന ഇന്ന് ഹൈക്കോടതി ജഡ്ജിയായ ആൾ പറഞ്ഞിട്ടാണ് ഞാൻ ഈ കാർഡ് സൂക്ഷിച്ചതെന്ന് മഹേഷ് മോഹൻ പറഞ്ഞു എന്നാണ് ഇവർ പറയുന്നത്. എന്നാൽ അത് അന്വേഷിക്കണ്ടേ? മൊഴിയെടുക്കണ്ടേ? ഈ അങ്കമാലി കോടതി ഒരു ക്രിമിനലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നാണ് അവർ പറയുന്നത്. ആദ്യം പറഞ്ഞത് ജില്ലാ ജഡ്ജിയായിരുന്ന ആൾ ഹൈക്കോടതി ജഡ്ജിയായി പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡയറക്ഷനിലാണ് മഹേഷ് മോഹൻ 1 വർഷത്തോളം ഈ മെമ്മറി കാർഡ് കയ്യിൽ വെച്ചിരുന്നതെന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് പറയുകയാണ് ഈ അങ്കമാലി കോടതി, അതായത് ഹണിയം വർഗീസിൻ്റെ കോടതി ഒരു ക്രിമിനലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. കോടതിയെ രക്ഷപ്പെടുത്താൻ ക്രിമിനൽ ശ്രമിക്കുന്നു. അതായത് ഹണിയം വർഗീസിനെയും അങ്കമാലി കോടതിയെയും രക്ഷപ്പെടുത്താൻ രക്ഷാകർത്താവായി ദിലീപ് നിൽക്കുന്നു എന്നാണ് ഇവർ പറയുന്നത്. ഹൈക്കോടതി പറഞ്ഞത്രേ തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണമെന്ന്. അത് ഹൈക്കോടതി പറഞ്ഞെന്തിനാ? സാധാരണ കൊച്ചുകുട്ടികൾ വരെ പറയില്ലേ, തെറ്റ് ചെയ്തവനാണെങ്കിൽ ഉപ്പ് തിന്നവനാണെങ്കിൽ വെള്ളം കുടിക്കണം, തെറ്റ് ചെയ്തവനാണെങ്കിൽ ശിക്ഷിക്കപ്പെടണമെന്ന് ഹൈക്കോടതി പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമല്ലേ, ന്യായമായ ഒരു കാര്യമില്ലേ അത്. ആരെയെങ്കിലും അങ്ങനെ കണ്ടുപിടിച്ചാൽ CRPC അനുസരിച്ച് നടപടി വേണം എന്നാണ് അവർ പറയുന്നത്. അത് കണ്ടുപിടിച്ചാലല്ലേ, അപ്പോഴും അവർ ഉറപ്പില്ല. അവർക്ക് ഈ പറയുന്ന ഒരു കാര്യത്തിലും ഈ വനിതാ വക്കീലിന് ഒരു ഉറപ്പില്ല. അവർ പറയുന്നത് ആരെയെങ്കിലും അങ്ങനെ കണ്ടുപിടിച്ചാൽ CRPC അനുസരിച്ച് നടപടി എടുക്കണം. എന്താ നടപടി? FIR ഇടുമല്ലോ, അന്വേഷണം നടത്തണം, ഇവർ ഉപയോഗിച്ച സാധനങ്ങൾ കണ്ടുപിടിക്കണം, അറസ്റ്റ് ചെയ്യണം, ശിക്ഷ വാങ്ങിക്കൊടുക്കണം, ഇതാണ് നടപടി വേണ്ടത് എന്നവർ പറയുന്നു. അത് അടങ്ങൂ എൻ്റെ പൊന്നു മാഡം, അന്വേഷണമൊക്കെ നടന്നു വരട്ടെ. മെമ്മറി കാർഡ് 11 മാസം കഷത്ത് വെച്ച് എന്തിനെന്നൊക്കെ അന്വേഷിച്ച് വരട്ടെ. അടുത്ത പരാതി കൂടെ നിന്നവർ അവരവരുടെ ജീവിതത്തിലേക്ക് പോയി. അല്ല നിങ്ങളെപ്പോലെ ഇങ്ങനെ 24 മണിക്കൂർ ഇതിൻ്റെ പറയുന്നത് നടക്കാൻ പറ്റുമോ? അതിജീവിതം പോലും പോയില്ലേ. അവർ ഹാപ്പിയായിട്ട് നല്ല സന്തോഷം. ഞാൻ രാജേഷിൻ്റെ ചോദിച്ചാൽ പറഞ്ഞത് സെറ്റിൽ നല്ല പഴയതുപോലെ തന്നെ ചിരിച്ച് കളിച്ച് വർത്തമാനം പറഞ്ഞാണ് ആ കുട്ടി ഇരിക്കുന്നതെന്ന് പറയും. ഇവർ പറയുന്നത് അങ്ങനെയല്ല, കൂടെ നിന്നവരെല്ലാം അവരവരുടെ പണി നോക്കിപ്പോയത്. പണിയുള്ളവർ പോകും, പണിയില്ലാത്ത നിങ്ങളിങ്ങനെ ഇരിക്കും. അതിനിപ്പോൾ എന്തിനാക്കും? കേസും വഴക്കും ബഹളവും ഒക്കെ ഉള്ള ഇപ്പോൾ രാമപിള്ള സാർ 24 മണിക്കൂറും ദിലീപിൻ്റെ കേസുമായിട്ടാണ് ഇരിക്കുന്നത്. അവർക്ക് 100 കൂട്ടം കേസുകളില്ലേ. കേസില്ലാത്തവരാകുമ്പം അതിലടയിരിക്കാം. പ്രോസിക്യൂട്ടർ, 10-20 പ്രതികളുടെ വക്കീലന്മാർ, അവരുടെ അപ്രൻറ്റീസുകൾ, ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യുമെന്നാണ് അവർ ചോദിക്കുന്നത്. എന്ത് ചെയ്യാൻ പറ്റൂ? 8 പ്രതികളുണ്ടെങ്കിൽ ആ 8 പ്രതികളുടെ വക്കീലന്മാർ, അവരുടെ കൂടെ നിൽക്കുന്ന അസിസ്റ്റൻറ്റുമാരും അപ്രൻറ്റീസുമാരും, ഇവരെല്ലാം കൂടെ നിൽക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന്. ഒരു 10 ശിഷ്യന്മാരെ ഉണ്ടാക്കുന്നേ. നിങ്ങൾ ഒറ്റയ്ക്കായത് ദിലീപിൻ്റെ കുഴപ്പം കൊണ്ടല്ലല്ലോ, എന്നെ ഡാമേജ് ആക്കി എന്നാണ് പറഞ്ഞത്. കാരണം ഈ 8 വക്കീലന്മാരും കൂടെ ഒന്ന് ഒരേ സമയം ചോദ്യങ്ങൾ ചോദിച്ചാൽ പിന്നെ ഡാമേജ് ആയി പോകില്ലേ, ആപ്പീസ് പൂട്ടി പോകുമെന്നുള്ള ഒരു ഉറപ്പാണ്. ഞാൻ ഒറ്റപ്പെട്ട പോലെയായി, കുഴപ്പക്കാരി എന്ന നിലയിലാണ് കോടതി പോലും എന്നെ കണ്ടത്. വിക്ടിമിനായി റെപ്രസെൻറ്റ് ചെയ്യുന്ന എന്നെയല്ലേ കോടതി റെസ്പെക്റ്റ് ചെയ്യേണ്ടത് എന്നാണ് അവർ ചോദിക്കുന്നത്. അങ്ങനെ കോടതിക്ക് ചെയ്യാൻ പറ്റുമോ? 8 പ്രതികളുടെ വക്കീലന്മാർ, 8 വക്കീലന്മാർ എന്ന് വാദിക്കുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് എന്നാൽ ജഡ്ജിയോടെ അതെല്ലാം ഉരുട്ടിട്ട് ഞാനും കൂടെ നിങ്ങളുടെ കൂടെ നിൽക്കാം എന്ന് പറയുമോ? എന്താണ് ഇവർ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കേസ് പൂർണ്ണമായി ഇല്ലാണ്ടായി നിൽക്കുമ്പോഴാണ് ഞാൻ ഏറ്റെടുത്തത്. ഭയങ്കരം തന്നെ കേട്ടോ. മാതൃഭൂമിയിൽ ഒരു വാർത്ത കണ്ട് ഞാൻ അങ്ങോട്ട് പോയി കണ്ട് ഒറ്റ പൈസ വാങ്ങാതെയാണ് ഞാൻ ഈ കേസ് ഏറ്റെടുത്തതെന്ന് പറയുന്നത്. കാരണം അതിജീവിതയ്ക്ക് 10 പൈസ ഇല്ലല്ലോ ഒരു വക്കീലിന് കൊടുക്കാൻ. അപ്പോൾ ആ അബലയായ പാവം പെൺകുട്ടിയെ സഹായിക്കാനായിട്ട് ഞാൻ മാതൃഭൂമി വായിച്ചിട്ട് നേരെ ചെന്ന് കേസ് ഇങ്ങ് തരും, ഞാൻ പൈസ വാങ്ങാതെ വാദിക്കാമെന്ന് പറഞ്ഞ് വാങ്ങിയെന്നാണ് അവർ പറയുന്നത്. ദിലീപ് പറയുന്നതിൽ എന്താണ് അർത്ഥം? ക്രിട്ടിസൈസ് ചെയ്യാനുള്ള റൈറ്റ് എനിക്കുണ്ട്. ക്രിട്ടിസൈസ് ചെയ്യാനുള്ള റൈറ്റ് നിങ്ങൾക്കുണ്ട്, പക്ഷേ നിങ്ങൾക്ക് ഒരാളിനെ തേജോധം ചെയ്യാനുള്ള റൈറ്റ് ഇല്ല മാഡം. അതാർക്കും ഇല്ല. നിങ്ങൾക്ക് ക്രിട്ടിസൈസ് ചെയ്യാം, വിമർശിച്ചോളൂ, പക്ഷേ തേജോവധം ചെയ്യരുത്. ഇവൻ ക്രിമിനലാണ്, ഇവൻ ഗുണ്ടയാണ് എന്നൊക്കെ പറയുന്നത് നിങ്ങൾ പറയുന്നത് തീർച്ചയായിട്ടും ന്യായീകരിക്കാവുന്നതല്ല. ജുഡീഷ്യറിയെ കറക്റ്റ് ചെയ്യണം. എനിക്ക് ഇവർ മാത്രമേ ഉള്ളൂ കേരളത്തിൽ ഇപ്പോൾ ജുഡീഷ്യറിയെ കറക്റ്റ് ചെയ്യാനായിട്ട്. ജുഡീഷ്യറി മൊത്തം
എന്താ പറയുക, കെട്ടുപണഞ്ഞ് കിടക്കാണ് വൃത്തികേടായിട്ട്. ഇപ്പോൾ കറക്റ്റ് ചെയ്യാൻ ഇറങ്ങിയിരിക്കുകയാണ് ഇവർ. കേരളത്തിലെ ഒരു അഡ്വക്കേറ്റ് അതിജീവിതയുടെ കേസ് ഏറ്റെടുക്കാൻ തയ്യാറായില്ല. കേരളത്തിലുള്ള ഒറ്റ അഡ്വക്കേറ്റുമാരും പറഞ്ഞു ഈ അതിജീവിതയുടെ കേസ് ഞങ്ങൾ ഏറ്റെടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ഏറ്റെടുത്തത്. കൊല്ലകൊമ്പന്മാരായ ക്രിമിനൽ അഡ്വക്കേറ്റ്സ് പ്രതിയുടെ വക്കീലന്മാരായി നിൽക്കുന്നു. ക്രിമിനൽ ലോയറുടെ സെറ്റിങ്ങിൽ കേസ് ഏറ്റെടുക്കാൻ ആരും തയ്യാറായില്ല. അതായത് രാമപിള്ള സാർ ദിലീപിൻ്റെ കേസ് ഏറ്റെടുത്തതുകൊണ്ട് കേരളത്തിലുള്ള ഹൈക്കോടതിയിലുള്ള അല്ലെങ്കിൽ കേരളത്തിലുള്ള ഒരു വക്കീലന്മാരും അയ്യോ രാമപിള്ള സാറുള്ളതുകൊണ്ട് ഞങ്ങളില്ല എന്ന് പറഞ്ഞ് മാറി നിന്നു. അങ്ങനത്തെ ഒരു സെറ്റിങ്സിൽ വീണ് പോയി എന്നാണ് പറഞ്ഞത്. പക്ഷേ രാമപിള്ളയല്ല, ഇനി 10 രാമപിള്ളമാർ വന്നാലും ഞാൻ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞ് ഞാൻ അതിജീവിതയുടെ കേസ് ഫ്രീ ആയിട്ട് വാദിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. അപ്പം ഞാൻ ഏറ്റെടുക്കണ്ടേ? അതാണ് അവർ ചോദിക്കുന്നത്. ക്രിമിനൽ ലോയർമാരാരും ഏറ്റെടുക്കാതിരുന്നാൽ ഞാനെങ്കിലും ഏറ്റെടുക്കണ്ടേ എന്ന് വിചാരിച്ചാണ് ഞാൻ ഏറ്റെടുത്തത്. എനിക്ക് ഭീഷണിയുണ്ട്, കത്തുകൾ വരുന്നുണ്ട്, ചിലത് അന്വേഷിക്കാനായിട്ട് ഞാൻ പോലീസിന് കൊടുത്തു. അതിനേക്കാൾ രസം അവർ പറയുന്നത് പ്രതിയുടെ ആൾക്കാരെല്ലാം, ദിലീപിൻ്റെ ആൾക്കാരെല്ലാം ബ്ലാക്ക് മാജിക്കിൻ്റെ ആൾക്കാരാണ്. അന്ധവിശ്വാസം കൊണ്ട്, കപടമായ ഭയങ്കര അന്ധമായ വിശ്വാസം കൊണ്ട് ഈ ക്ഷുദ്ര ഇതൊക്കെ ചെയ്യുന്ന ആളുകളെന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. ചാത്തൻ സേവ, അമ്പലങ്ങളിൽ പൂജ, മുട്ട വയ്ക്കുക. അയ്യോ ഇനി വേറെയൊക്കെ ഉണ്ടെന്നേ, പൂച്ചത്തല്ലിൽ ചെയ്യുന്ന പരിപാടി അടക്കം ഒരുപാടുണ്ട് മാഡം, വേണമെങ്കിൽ പറഞ്ഞുതരാം ബ്ലാക്ക് മാജിക്കിൽ എന്തൊക്കെ പെടുമെന്ന്. പൂജയ്ക്ക് ചെല്ലുന്നിടങ്ങളിൽ നിന്നും ഞങ്ങളെ വിളിച്ചു പറയുന്നു നിവർത്തികേട് കൊണ്ടാണ് ഞങ്ങൾ ഈ പൂജ ഏറ്റെടുത്തത് മാഡം. ഞങ്ങൾ പക്ഷേ അതിജീവിതരെ കൂടെയാണ് നിൽക്കുന്നത്. പക്ഷേ എന്ത് ചെയ്യാം, ദിലീപ് വന്ന് പൂച്ചത്തലയിൽ ഒരു മന്ത്രവാദം ചെയ്യാൻ വന്നിരിക്കുന്നു. ഞങ്ങൾക്ക് പൈസ കിട്ടുമെന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ഏറ്റെടുത്തതാണ്. മാഡം ക്ഷമിക്കണം, ദൈവത്തിനോട് പൊറുക്കാൻ പറയണം, ഞങ്ങൾ അയാൾക്ക് വേണ്ടി കൂടോത്രം ചെയ്യുകയാണെന്ന്. ഈ നൂറ്റാണ്ടില്ലെങ്കിൽ ഈ കൂടോത്രമൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കാൻ പോകുന്നതാണ് എനിക്ക് ഈ വക്കീലിനോട് ചോദിക്കാനുള്ളത്. അങ്ങനെ ഒരു മുട്ട വെച്ചോ ചാത്തൻ സേവ ചെയ്തോ അമ്പലങ്ങളിൽ പൂജ ചെയ്തോ ആരെയെങ്കിലും നശിപ്പിക്കാൻ കഴിയുമെങ്കിൽ എന്നേ പിണറായി വിജയൻ്റെ തല പൊട്ടിത്തെറിച്ച് പോയനെ ഇല്ലേ? ഉറപ്പായിട്ട് പോകും. ഇവിടെ ഏതെല്ലാം നേതാക്കന്മാരെങ്കിൽ ഏതെല്ലാം ചാത്ത സേവയ്ക്ക് പോയനെ പിണറായി ഒന്ന് പിടിച്ചു കെട്ടണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലുള്ളവർ തന്നെ പോയനെ. ഇപ്പോഴും ഈ LLB വരെയൊക്കെ പഠിച്ചിട്ട് പോലും ഈ പറയുന്ന വനിതാ വക്കീലിന് ഈ മുട്ട സേവ, ചാത്തൻ സേവ, അമ്പലങ്ങളിൽ നേർച്ചയൊക്കെ അതൊക്കെ ഓരോരുത്തരുടെ മനസ്സിൻ്റെ വിശ്വാസമാണെന്നേ. എന്ത് ചെയ്യാൻ? ഒരു തെറ്റ് ചെയ്ത ദിലീപ് പല തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൾ ചിരിച്ചല്ലോ, എനിക്കത് മതി എന്നാണ് അവർ പറയുന്നത്. എൻ്റെ കേസിലെ വാദിയായ പെൺകുട്ടി ചിരിച്ചു, എനിക്കത് മാത്രം മതി. കേസ് തോറ്റാലും കുഴപ്പമില്ല, എന്ത് ചെയ്താലും കുഴപ്പമില്ല. ദിലീപ് ഇനി എന്തൊക്കെ തെറ്റുകൾ വീണ്ടും 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 ചെയ്തുകൊണ്ടിരുന്നാലും കുഴപ്പമില്ല. അവൾ ചിരിച്ചല്ലോ, എനിക്കത് മതി, ബാക്കിയൊന്നും നേടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്നാണ് അവർ പറയുന്നത്. ഞാൻ PPയോടും ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസറോടും ഒക്കെ പറഞ്ഞു പാതി വഴിയിലിടുമോ എന്ന് ചോദിച്ചു. എന്നിട്ട് അതിജീവിതയോട് ചോദിച്ചെന്ന് ഇടയ്ക്ക് സെറ്റിലാവുമോ, ദിലീപുമായിട്ട് കോംപ്രമൈസ് ആവുമോ എന്ന് ഞാൻ ചോദിച്ചു. ഞാൻ ശശിയാകുമോ എന്ന് ചോദിച്ചു. എല്ലാ ഭാഷയും അവർക്ക് അറിയാം കേട്ടോ. ഞാൻ ശശിയാവുമോ, നിങ്ങൾ എന്നെ ഇട്ടിട്ട് പോവോ എന്ന് ചോദിച്ചു. എത്ര കോടി കൊടുക്കാനും അവൻ തയ്യാറായിരുന്നു, ഏവൻ ദിലീപ്. ഇതിനൊക്കെ ഈ കോടതിയിൽ ഇതിൻ്റെ വിധി കഴിയുമ്പോൾ ദിലീപ് ചോദിക്കണം. ദിലീപ് എത്ര കോടി രൂപ വേണമെങ്കിലും അതിജീവിതയ്ക്ക് ചുമ്മാ കൊടുക്കാം, കേസിൽ നിന്ന് എന്നെ അങ്ങ് ഒഴിവാക്കണമെന്ന്, കേസ് അങ്ങ് പിൻവലിക്കണമെന്ന് പറഞ്ഞു എന്നാണ് ഇവർ പറയുന്നത്. വീഡിയോ ആയതുകൊണ്ട് തെളിവായിട്ട് കിടപ്പുണ്ടല്ലോ. ദിലീപ് ഇതൊക്കെ വാങ്ങി സൂക്ഷിച്ച് വെക്കണമെന്ന് ഞാൻ പറയും. സിനിമ മുഴുവൻ യവൻ്റെ കൺട്രോളിലാണ്. ഒരു സഭ്യതയില്ലാത്ത വാക്കുകളൊക്കെയാണ് വിളിക്കണേ. ദിലീപ് ഇവരെ വീട്ടിലെ വേലക്കാരനെ പോലെയാണ് പറയണേ. സിനിമ മുഴുവൻ യവൻ്റെ കൺട്രോളിലാണ്. പ്രൊഡക്ഷൻ കൺട്രോൾ യവനാണ്, പ്രൊഡ്യൂസർ കൺട്രോൾ യവനാണ്, സംവിധായക കൺട്രോൾ യവനാണ്, അഭിനയിക്കുന്നവരുടെയും കൺട്രോൾ യവനാണ്. പക്ഷേ സിനിമാ മേഖലയിലെ ദാതയും യവനാണ്. പുതിയ പിള്ളേർ വന്നതുകൊണ്ട്, പുതിയ സിനിമകൾ വന്നതുകൊണ്ട് സിനിമ മാറി. അതുകൊണ്ട് ഇപ്പോൾ ദാതയല്ല ദിലീപ് എന്നാണ് അവർ പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്തെങ്കിലും ഒരു തെളിവ് വെച്ചുകൊണ്ടാണ് അവരിങ്ങനെ സംസാരിക്കുന്നത്. അയാൾ ദാതയാണെന്നാണ് പറയുന്നത്. സിനിമ മുഴുവൻ ദിലീപിൻ്റെ കൺട്രോളിലെന്നാണ് പറയുന്നത്. ഞാനൊരു സിനിമയെ ചെയ്തുള്ളൂ, പക്ഷേ ആ സിനിമയുടെ സെറ്റിൽ ഒരു കൺട്രോളും ദിലീപായിരുന്നില്ല. എനിക്കന്ന് പരിചയം പോലും ഇല്ല. എൻ്റെ സിനിമയിൽ ഒരു പുതിയ പയ്യനെ അഭിനയിപ്പിക്കുന്നുണ്ടോ, അവനെ വയ്ക്കണ്ട എന്ന് എന്നെ വിളിച്ച് ദിലീപ് പറഞ്ഞില്ല, വിവരം അറിയും വിളിച്ച് പറഞ്ഞാൽ. ലാൽ ചെയ്യുന്നില്ലേ, കലാഭവൻ മണിക്ക് വെച്ചിരുന്ന വേഷം നിങ്ങൾ ലാലിന് എന്താ കൊടുത്തേ? മണിക്ക് തന്നെ കൊടുക്കണം, എൻ്റെ സുഹൃത്തായ മണിക്ക് തന്നെ കൊടുക്കണമെന്ന് എന്താ ദിലീപ് എന്നെ വിളിച്ച് പറയാത്തത്? ഇവരാരെ ബോധ്യപ്പെടുത്താൻ ഇത്തരം കള്ളങ്ങൾ പറയുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ കേസ് അവസാനിച്ചു എന്ന് ആകുമ്പോൾ ബാലചന്ദ്രകുമാർ വന്ന് അങ്ങോട്ട് കയറി, പുതിയൊരു കേസ് മാറ്റി കയറി. പിന്നാലെ എൻ്റെ എൻട്രി, ആരെ ഈ രജനീകാന്തിൻ്റെയൊക്കെ സിനിമയിൽ കാണിക്കും പോലെ അവർ പറയാണ് ഈ കേസ് അവസാനിപ്പിച്ചു എന്ന് കരുതുന്ന സമയത്ത് ബാലചന്ദ്രകുമാർ വന്ന് കയറി. പിന്നാലെ എൻ്റെ എൻട്രി, അതിന് മറ്റേ ഗോപിസുന്ദറിൻ്റെ ജഗ 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 എന്നുള്ള മ്യൂസിക്കൊക്കെ ഇട്ട് ഇവരിങ്ങനെ കോടതിയിലേക്ക് വരുമ്പോൾ വരണ്ടു പോവും, ജഡ്ജിമാർ വരെ വരണ്ടു പോവും. അങ്ങനത്തെ ഒരു എൻട്രി ആയിരുന്നു അവരുടെ. പ്രതിയുടെ വക്കീൽ
കോടതിയിൽ വെച്ച് പബ്ലിക് പ്രോസിക്യൂട്ടറെ തല്ലാൻ വന്നു ഇവർ പറയുകയാണ്. അപ്പോൾ പിന്നെ അവിടെ ആ ജഡ്ജി പിന്നെ എന്തിനിരിക്കുന്നത് അവിടെ കസരയിട്ട്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അല്ലെങ്കിൽ ആ പി പരസ്യമായി പറയണ്ടേ എന്നെ രാമപിള്ള തല്ലാൻ വന്നു എന്ന് പറയണ്ടേ? പക്ഷേ ഇവർ പറയുന്നു പ്രതിയുടെ വക്കീൽ കോടതിയിൽ വെച്ച് പിയെ തല്ലാൻ വന്നു, ഞങ്ങൾ തട്ടിപ്പോകാൻ സാധ്യതയുണ്ട്, നമ്മളെ എന്താ പറയുക കുറിച്ച് പേടിയുമില്ല എന്നവർ പറയുന്നു. ഇവിടെ തട്ടിപ്പോകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുണ്ട്. തട്ടിപ്പോയവരെ എല്ലാവരെയും പേര്, കലാഭവൻ മണി അടക്കമുള്ളവരുടെ പേര് ദിലീപിൻ്റെ തലയിൽ വെച്ച് കൊടുത്തിട്ട് ഇപ്പോൾ 4 വർഷം 6 വർഷം എന്തായി. ഒരു എറണാകുളം പെൻഡാമേനകയിൽ ഫോൺ വിൽക്കുന്ന ഒരുത്തൻ മരിച്ചു പോയപ്പോൾ, ആക്സിഡൻ്റ് ഒന്ന് മരിച്ചു പോയപ്പോൾ അവനെ കൊന്നതും ദിലീപാണെന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരുപാട് പേരെ കൊന്നു ദിലീപിന് വേണ്ടി. ഇപ്പോൾ അവർ പറയുകയാണ് ഞങ്ങൾ തട്ടിപ്പോകാൻ. ഞങ്ങളെന്ന് പറഞ്ഞാൽ ആരാണെന്ന് മനസ്സിലാകാത്ത, ഞാനും ജഡ്ജി അമ്മാനും കൂടെ കേസ് ജയിച്ചു എന്ന് പറയും പോലെ ഈ വക്കീൽ മഹദി പറയുന്നത് ഞങ്ങൾ തട്ടിപ്പോകാം, നമ്മളെക്കുറിച്ച് പേടിയില്ല എന്ന് പറയുന്നു. കണ്ട അമ്പലങ്ങളിലൊക്കെ പോകുന്നവനാണ് ദിലീപ്. അതൊരു മോശ ശീലമൊന്നുമില്ലെന്ന്, അതൊക്കെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമല്ലേ. 100% ഞാൻ വിശ്വസിക്കുന്നു ദിലീപാണിത് ചെയ്തത്. തെളിവുണ്ട് എൻ്റെ കയ്യിൽ, ഇതെവിടെ ഉണ്ട് രേഖ, മനസ്സിലായില്ലേ? ദിലീപേ, ഞാൻ ഇത് കാണുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഇതെല്ലാം എടുത്ത് സൂക്ഷിച്ചു വെച്ചോ. ഇവർ കൊടുത്തിരിക്കുന്ന അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുകയാണ് തെളിവുണ്ട് എൻ്റെ കയ്യിൽ. പൾസറിന് പോലും സിമ്പതി കിട്ടും, മാപ്പ് കൊടുക്കാൻ തയ്യാറാണ് എന്നാണ് അവർ പറയുന്നത്. പൾസറൊരു പാവം, ഒരു പെൺകുട്ടി കൊണ്ട് ഈ പീഡിപ്പിച്ചല്ലേ ഉള്ളൂ, അതുകൊണ്ട് വേണമെങ്കിൽ അവന് മാപ്പ് കൊടുക്കാം എന്നാണ് അവർ പറയുന്നത്. വീഡിയോ എടുത്ത് വിൽപ്പന നടത്താമെന്ന് ദിലീപ് കരുതി. അതിനെ ദിലീപിന് അതല്ലേ ജോലി, ബ്ലൂ ഫിലിം കച്ചവടമാണ് ദിലീപിനെന്നാണ് ഇവർ പറയുന്നത്. തെറ്റ് മറയ്ക്കാൻ തെറ്റുകൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ബ്ലാക്ക് മെയിൽ ചെയ്യാമെന്നാണ് ദിലീപ് കരുതിയത്. എന്തിനായി ഈ ക്രിമിനലിനായി ഹണിയം വർഗീസ് നിൽക്കുന്നത്? അതാണ് അവർ ചോദിക്കുന്നത്. ഹണിയം വർഗീസ് എന്ന് പറഞ്ഞാൽ ജഡ്ജി നിൽക്കുന്നത് ദിലീപിന് ന്യായം ചെയ്യാനാണെന്നാണ് ഇവർ പറയുന്നത്. ഞാൻ തന്നെ വിധി പറയും എന്നെന്തിനവർ വാശി പിടിക്കുന്നു? അതുവരെ ഞാൻ തന്നെ ഇരിക്കുമെന്ന് വാശി പിടിക്കേണ്ട കാര്യവുമില്ല എന്നവർ പറയുന്നു. ഇങ്ങനെയൊന്നും വാശി പിടിക്കരുത് ഹണിയം വർഗീസ്, താങ്കൾ അങ്കമാലി കോടതിയിൽ നിന്ന് പോകൂ, എനിക്ക് ഈ ചവറുത വിട്ടിട്ട് പോകുന്നുവെന്ന് നിങ്ങൾ പോകണം, പകരം വേറൊരാൾ വരട്ടെ എന്നാണ് അവർ പറയുന്നത്. വലിയ രീതിയിൽ കയറിപ്പോകേണ്ട ന്യായാധിപയാണ് ഹണിയം വർഗീസ് എന്നും അവർ തന്നെ പറയുന്നു. സുപ്രീം കോടതി ജഡ്ജി വരെയാകാം, ഇട്ടിട്ട് പോവേണ്ടേ ഈ കേസിനെ, പുല്ലെന്തിനിവിടെ കയറി ചടഞ്ഞുകൂടിയിരിക്കുന്നു അങ്കമാലിയിൽ എന്നാണ് അവർ ചോദിക്കുന്നത്. പക്ഷേ ഹണിയം വർഗീസ് പോകുന്നില്ല എന്നതാണ് അവരുടെ മുഖ്യ പരാതി. അതെനിക്ക് തോന്നുന്നത് ചെയ്യുന്ന തൊഴിലിനോട് ആത്മാർത്ഥതയുള്ളതുകൊണ്ട്. ദൈവം തമ്പുരാൻ എന്ന് പറഞ്ഞാലും വളഞ്ഞ വഴികൾ സ്വീകരിക്കില്ല എന്നുള്ളതുകൊണ്ട്. സുപ്രീം കോടതിയിലെയോ ഹൈക്കോടതിയിലെ ജഡ്ജി ആവുക എന്നുള്ളതല്ല, ഒരു ചെറിയ കോടതിയിലിരുന്നാൽ പോലും ഞാനിരുന്ന കാലത്ത് കൃത്യതയോടെ കാര്യങ്ങൾ നടത്തിയിരുന്നു എന്ന് ബോധ്യപ്പെടണം എന്ന് വാശിയുള്ളതുകൊണ്ടും നല്ല തന്തയ്ക്ക് പറഞ്ഞതുകൊണ്ടുമാണ് ഹണിയം വർഗീസ് ഞാൻ ഈ കേസിന് വിധി പറഞ്ഞിട്ടേ പോകൂ എന്ന് വാശി പിടിക്കുന്നതെന്ന് ഇനിയെങ്കിലും അതിജീവിതയ്ക്ക് വേണ്ടി കോടതി ചെല്ലുന്ന ഈ മഹിളാമണി ഓർത്താൽ നല്ലത്. അത് എല്ലാവർക്കും ആ രക്തം കിട്ടില്ലെന്നേ. നല്ല തന്തയ്ക്ക് പറഞ്ഞ രക്തം അധികം പേർക്ക് കിട്ടില്ല, നട്ടല് അധികം പേർക്ക് കിട്ടില്ല. സ്ഥിരത, വാക്കിന് സ്ഥിരത, പെരുമാറ്റത്തിൽ സ്ഥിരത, സത്യസന്ധത, ഇതൊക്കെ നല്ല ജീനുകളിലുണ്ടാക്കുന്നവർക്ക് ലഭിക്കൂ. അങ്ങനെ കിട്ടിയ ഒരാളാണ് ഈ കേസ് വാദം കേൾക്കുന്ന ഹണിയം വർഗീസ് എന്ന് ഞാൻ അഭിമാനത്തോടെ വിശ്വസിക്കുന്നു, ഇഷ്ടപ്പെടുന്നു അങ്ങനെ കേൾക്കാൻ. കാരണം ഒന്നുമില്ലെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവിൻ്റെ മകളാണവർ. കമാൽ പാഷയെ പോലെ കൃത്യതയോടെ കാര്യങ്ങൾ അന്വേഷിക്കുന്ന ആൾ പോലും പറയുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതിപട്ടികയിൽ നിൽക്കുന്ന ആൾക്കാരുടെ കേസുകൾ വന്നാൽ പോലും അണുകിട ചലിക്കാതെ വ്യതിചലിക്കാതെ നീതിയുടെ പക്ഷത്ത് നിൽക്കുന്നതാണ് ഹണിയം വർഗീസ് എന്ന് പറയുമ്പോൾ അവരെ വിശ്വസിക്കാനാണ് എന്നെപ്പോലുള്ളവർക്ക് ഇഷ്ടം. അല്ലാതെ എന്തൊക്കെയോ എന്താ പറയുക കോതപ്പാട്ട് പോലെ പറയുന്ന ഈ വനിതാ വക്കീലിനെ അല്ല എന്നെപ്പോലുള്ളവർ ഇഷ്ടപ്പെടുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്. കോടതിക്കെതിരെയും ഹണിയം വർഗീസിനെതിരെയും ദിലീപിനെതിരെയൊക്കെ പറഞ്ഞ രാമപിള്ള സാറിനും ഒക്കെ എതിരെ പറഞ്ഞിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ സൂക്ഷിച്ചു വച്ച് പ്രവർത്തിക്കേണ്ട സമയത്ത് കൃത്യമായി ഇവരെല്ലാം പ്രവർത്തിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പ്രോഗ്രാം ചെയ്തത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഒരു യൂട്യൂബിൽ വന്നിരുന്ന് ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ വാദിഭാഗം നിൽക്കുന്ന ആളിൻ്റെ വക്കീൽ ഒരു ലൈസൻസുമില്ലാതെ, പലരെ പേരിലും ലൈസൻസ് ഇല്ലാതെ മോശം വർത്തമാനം പറയുന്നത് കണ്ടതിൻ്റെ ഒരു മാനസിക വിക്ഷോഭത്തിലാണ് ഇത് ചെയ്തത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, അല്ല ഇതിനു വേണ്ടി ഇന്നലെയോ മെനങ്ങാന്നോ എനിക്ക് ദിലീപ് ഒരു 10 ലക്ഷം രൂപ കൊടുത്തയച്ചു എന്ന് ഇതിൻ്റെ താഴെ എഴുതുകയോ അല്ലെങ്കിൽ വേറൊരു യൂട്യൂബർ ചെയ്യുകയോ ചെയ്താലും എനിക്ക് പുല്ലേ മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. എത്രയും വേഗം ഈ കേസ് വിധി പറയട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഞാൻ പറഞ്ഞില്ലേ, രാജേഷ്, വടക്കാഞ്ചേരിയിലുള്ള രാജേഷ് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ദിനേശ് ചേട്ടന് സുഖമാണോ, ഇപ്പോൾ എവിടെയുണ്ട് എന്നൊക്കെ ചോദിച്ചു എന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക്
കിട്ടേണ്ട അർഹതപ്പെട്ട ന്യായം, നീതി ആ കുട്ടിക്ക് കിട്ടട്ടെ, അവൾക്ക് മനസ്സമാധാനം കിട്ടട്ടെ, ഒപ്പം തെറ്റ് ചെയ്തിട്ടില്ലാത്തവർക്കും അതെല്ലാം ലഭിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കൈയിട്ട് വാരാൻ നടക്കുന്നവർക്ക് അത് ലഭിക്കാതെ പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.